ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर के अति पवित्र नाम की महिमा आज हमारे बीच में होने पाए। ഞങ്ങളോട് കൂടെ ഒരുമിച്ചായി से मुझे यहाँ पर आने के लिए भेजा है, मैं उनको धन्यवाद के साथ स्मरण करता हूँ। എന്നെ സ്വീകരിച്ച് എന്നെ സൽക്കരിച്ച് സ്നേഹിച്ച് ഇന്ന് പകൽക്കാലം ദൈവവചനമായി നിൽപ്പാൻ ഈ സാഹചര്യം ഒരുക്കി തന്ന ദൈവത്തിൻ്റെ ദാസന് സഭയ്ക്ക് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പറയും. मुझे स्वागत करके, मुझे अच्छा खाना खिला के, मेरी देखभाल करके आज मुझे यहाँ पर प्रचार के लिए मुझे खड़ा करने के लिए मैं पास्टर को और कलीसिया को दिल से धन्यवाद करता हूँ। Praise the Lord. ഇതൊരു വലിയ അനുഗ്രഹമാണ്. बहुत एक आशीष का समय है। വചനം നമ്മുടെ നടുവിൽ ഇന്ന് പകൽക്കാലം പുറപ്പെട്ടു വരട്ടെ. आज परमेश्वर का वचन हमारे बीच में आने पाए। എല്ലാ ക്രിസ്തീയ ആരാധനകളിലും 3 കാര്യം ഉണ്ടായിരിക്കും. हर मसीह आराधना में 3 बातें होती हैं। ഒന്ന്, ദൈവജനം ഒരുമിച്ച് സ്തുതിച്ച് പാടി ദൈവത്തെ ആരാധിക്കും. एक तो मसीह लोग इकट्ठे होकर के स्तुति आराधना मिलकर करते हैं। എല്ലാ സഭകളിലും ആരാധനയാണ് ആദ്യം ഇരിക്കുന്നത്. हर कलीसिया में आराधना का समय पहले होते हैं। പിന്നെ ആരാധന കഴിയുമ്പോൾ ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കും. आराधना के बाद में एक प्रार्थना भी होता है। എല്ലാ ക്രിസ്തീയ ആരാധനകളിലും സഭകളിലും പ്രാർത്ഥന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. हर कलीसिया में आराधना के बाद प्रार्थना बहुत जरूरी होता है। ഇത് കഴിയുമ്പോൾ ദൈവത്തിന്റെ ദാസന്മാർ കർത്താവിന്റെ വചനം സംസാരിക്കും. उसके बाद परमेश्वर के दास लोग परमेश्वर का वचन बोलने के लिए खड़े होते हैं। ഇത് മൂന്നും അടങ്ങിയതാണ് ഒരു ക്രിസ്തീയ ആരാധന. और ये तीनों मिला करके मसीह आराधना है। ഇതിൽ മൂന്നിന് പുറകിൽ ഒരു വലിയ രഹസ്യമുണ്ട്. इसके पीछे भी एक रहस्य है। ഇത് മറ്റുള്ളവർക്ക് മനസ്സിലാകത്തില്ല. ये बाकी लोगों को जो बाहर से हैं उनको समझ नहीं आएगा। എന്നാൽ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ അത് രുചിച്ചറിയും. पर प्रभु की उपस्थिति में जो बैठे हुए लोग आराधना का सुंदरता और महिमा को अनुभव करके धन्यवाद करते हैं। ചിലർ ദൈവത്തെ കാണാൻ വരും. कुछ लोग परमेश्वर को देखने के लिए आते हैं। ചിലർ ദൈവത്തെ രുചിച്ചറിയുവാൻ. कुछ लोग परख के देखने के लिए, टेस्ट करने के लिए आते हैं। ഹല്ലേലൂയ. हालेलुया। യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയും. हाँ, परख के देखो यहोवा कितना भला है। ഇതാണ് ഒരു ദൈവ പൈതലിൻ്റെതായ പക്വത. और एक परिपक्व विश्वासी का ये साइन है कि वो परमेश्वर को चख के देखते ഒരു हैं। ക്രിസ്തീയ ആരാധനയിൽ നാം ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ और जब मसीह आराधना में मिलकर आराधना करते हैं, നമ്മുടെ കണ്ണിന് കാണാൻ പറ്റാത്ത ഒരു കാര്യം ആരാധനയുടെ നടുവിൽ നടക്കും. हमारे आंखों से कुछ चीजें दिखते नहीं है परंतु होता है आराधना के बीच में। സ്തുതികളുടെ നടുവിൽ വസിക്കുന്നവനായ ദൈവം ആരാധനയിൽ ഇറങ്ങി വരും. और स्तुति के बीच में विराजमान परमेश्वर हमारी आराधना के बीच में उतर के आता है। ആമേൻ. आमीन। നാം എന്തിനാണ് പാടുന്നത്? हम क्यों गीत गाते हैं? നാം എന്തിനാണ് കരങ്ങളെ അടിക്കുന്നത്? हम क्यों तालियां बजाते നാം हैं? എന്തിനാണ് നൃത്തം ചെയ്യുന്നത്? हम क्यों नाचते हुए गाते हैं? നാം എന്തിനാണ് സ്തുതിക്കുന്നത്? हम स्तुति आराधना क्यों करते हैं? നമ്മുടെ ദൈവം സ്തുതികളുടെ നടുവിൽ क्योंकि വസിക്കുന്നവനാണ്. हमारा परमेश्वर स्तुति के बीच में रहता है। ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ അവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. आज दिन के समय हमारे बीच में वो उतर के आया है। നിങ്ങളത് അനുഭവിക്കുന്നുവെങ്കിൽ കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം. यदि प्रभु की उपस्थिति को महसूस करते हैं तो हाथ उठा के बोले हालेलुया। ഹല്ലേലൂയ. നമ്മുടെ നടുവിൽ കർത്താവ് അവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. हमारे परमेश्वर हमारे बीच में उतर के आए हैं। സ്തുതിച്ച് ദൈവജനം ആരാധിക്കുമ്പോൾ ഇറങ്ങി വരുന്ന ദൈവത്തോട് स्तुति आराधना करते समय उतर के आने वाला परमेश्वर से രണ്ടാമത് നാം പ്രാർത്ഥനയിൽ നമ്മുടെ ആവശ്യം അവനോട് പറയുകയാണ്. उस परमेश्वर से प्रार्थना करके हमारी आवश्यकताओं को कहते हैं। വേദപുസ്തകം പറയുന്നു, ചോദിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. वचन में लिखा है मांगो तो तुम्हें दिया जाएगा। ചോദിക്കുന്നവനെല്ലാം പ്രാപിക്കും. जो कोई प्रार्थना में मांगते हैं उनको
को मिल जाता है। ഈ വചനം പിടിച്ചാണ് നാം പ്രാർത്ഥനയിൽ നമ്മുടെ കാര്യങ്ങൾ ദൈവത്തോട് പറയുന്നത്. जो वचन यहाँ पर बोया जाता है, उस वचन को ले लो, उस वचन के अनुसार दुआ करो परमेश्वर। നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്. हमारा परमेश्वर प्रार्थना सुनने वाला है, അവൻ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നവനാണ്. वो प्रार्थना का उत्तर देने वाला है। ഇന്ന് പകൽക്കാലം നിങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് അനേക പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. आज यहाँ बैठते समय आप में से बहुत सारे लोगों के पास प्रार्थना विषय है। വെറുതെ സമയം പോക്കുവാൻ നിങ്ങൾ ഇവിടെ വന്നതല്ല. आप बेकार करने के लिए यहाँ पर नहीं आए हैं। നിങ്ങൾക്ക് ദൈവത്തോട് സംസാരിക്കാൻ പല വിഷയങ്ങളുണ്ട്. आपके दिल में कई बातें हैं जो परमेश्वर से आप बोलना चाहते हैं। ചില പുറത്തു പറയുവാൻ സാധ്യമല്ലാത്ത കാര്യങ്ങളെ ഹൃദയത്തിന്റെ നൊമ്പലോട് ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇറക്കി വെക്കാറുണ്ട്. कुछ बातें जो इंसान से नहीं कह सकते हैं, आप परमेश्वर से कहने के लिए आए हैं। നീ ഏത് വിഷയത്തെ ഓർത്ത് ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്നുവോ, जो विषय को लेकर आप आंसू बहा रहे हैं, दुआ कर रहे ആ हैं, വിഷയത്തിൽ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം ഒരു അത്ഭുതം ചെയ്യുവാൻ उस പോകുകയാണ്. विषय के ऊपर आज दिन में परमेश्वर उत्तर देने जा रहे हैं। ആമേൻ. ഇന്ന് പകൽക്കാലം നിനക്കൊരു അത്ഭുതത്തിന്റെ പകൽക്കാലം. आज दिन का समय एक अद्भुत दिन होगा ഇന്ന് आपके लिए। പകൽക്കാലം നിനക്കൊരു വിടുതലിന്റെ आज പകൽക്കാലമാണ്. दिन आपके लिए छुटकारे का दिन ഇന്ന് है। പകൽക്കാലം സ്വർഗത്തിലെ ദൈവം നിന്നെ കെട്ടഴിച്ചു വിടുവാൻ പോകുകയാണ്. आज बुजुर्ग का परमेश्वर आपके बंधनों को तोड़कर आजाद करेगा। ഹല്ലേലൂയ. जोरसे बोलिए हालेलुया, बोलिए हालेलुया. हालेलुया, हालेलुया, बोलिए हालेलुया. हालेलुया। I feel the presence of God is moving. यहाँ पर परमेश्वर की आत्मा चल रहे, मैं देख रहा हूँ। അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം ചിലത് നിനക്ക് വേണ്ടി ചെയ്യുവാൻ പോകുകയാണ്. इसलिए स्वर्ग में परमेश्वर आपके लिए कुछ करने जा रहे हैं। എന്താണ് പ്രസംഗം? और प्रचार क्या है? ചിലർ വിചാരിക്കുന്നു അത് പാസ്റ്റർമാർ ചെയ്യുന്ന ഒരു കാര്യമല്ല. कुछ लोग सोचते हैं पास्टर लोगों का एक धंधा है प्रचार। അങ്ങനെയല്ല സംഭവിക്കുന്നത്. ऐसा नहीं। നിങ്ങൾ ആരാധിച്ച് സ്തുതിക്കുമ്പോൾ ഇറങ്ങി വരുന്ന ദൈവം आप जब आराधना करते हैं परमेश्वर नीचे उतरता है। നിങ്ങൾ ആ ദൈവത്തോട് പ്രാർത്ഥനയിൽ വിഷയം അറിയിച്ചുവല്ലോ, जब प्रार्थना के साथ अपने विषय परमेश्वर से कहते हैं, നിങ്ങൾ അവൻ പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി സ്വർഗത്തിലെ ദൈവം വചനത്തിലൂടെ നിങ്ങൾക്ക് തരികയാണ്. जो विषय प्रार्थना में मांगा है उसका उत्तर वचन के द्वारा प्रभु देने के लिए आता है। ഹല്ലേലൂയ. हालेलुया। നിങ്ങളുടെ മുമ്പിൽ പാസ്റ്റർ അല്ല പ്രസംഗിക്കുന്നത്. आपके सामने कोई पास्टर प्रचार नहीं कर सकता। നിങ്ങളുടെ മുമ്പിൽ ആ വ്യക്തിയെ വെച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവം സംസാരിക്കുകയാണ്. उस पास्टर के द्वारा स्वर्ग का परमेश्वर हमसे बात करता है। ആമേൻ. ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങളോട് मैं പറയാം. एक उदाहरण देना चाहता हूँ। അവൻ ഞാൻ കൊച്ചു പയ്യനായിരിക്കുമ്പോൾ जब मैं छोटा था ഒരു ദാരിദ്ര്യ കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണ്. और मैं एक गरीब परिवार में पैदा हुआ, അതുകൊണ്ട് ഞാൻ കൊച്ചു പ്രായത്തിൽ തന്നെ ചെറിയ ചെറിയ ജോലികൾക്ക് പോകുമായിരുന്നു. इसलिए मैं छोटे उम्र में ही काम करने के लिए जाता था। ഞങ്ങളുടെ നാട്ടിൽ വലിയൊരു സൗണ്ട് സിസ്റ്റം വെച്ചിരിക്കുന്ന ഒരു PA സിസ്റ്റം വെച്ചിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. और हमारे इलाके में एक व्यक्ति था जो माइक सिस्टम को किराए पर देने वाला था। ഒരു 500 ബോക്സസ് ഉണ്ട്. उनके पास कम से कम 500 ऐसे बड़े बड़े बॉक्स है। 100 ആംപ്ലിഫയർ ഉണ്ട്. उनके पास सैकड़ों एम्पलीफायर है 10, 20, 30 ജനറേറ്റർ ഉണ്ട്. और उनके पास कम से कम 20 या 30 जनरेटर है। ആ കാലത്തിൽ കേരളത്തിൽ പ്രഗത്ഭനായ ഒരു സൗണ്ട് സിസ്റ്റമാണ് അവർക്കുള്ളത്. और केरला में सबसे बढ़िया साउंड सिस्टम उनके पास था। അതിൽ ഞാൻ ഒരു ജോലിക്കാരനാണ്. और उसके अंदर मैं काम किया। ഈ ബോക്സ് എല്ലാം ചുമന്നുകൊണ്ട് പോകും. और ये बॉक्स सब उठा के जाता था, അവിടെ ഇവിടെ എടുത്തു വെക്കും. कहीं कहीं रखता था, വയറെല്ലാം ശരിയാക്കും. तार वगैरह जोड़ता था। ഇതൊക്കെയാണ് ഞങ്ങളുടെ ജോലി. तो छोटे उम्र में ये काम किया। ഒരു വലിയ മീറ്റിംഗ് ഒരു സ്റ്റേഡിയത്തിൽ ഉണ്ടെങ്കിൽ और बहुत बड़ा स्टेडियम में कोई ऐसा प्रोग्राम है, ഞങ്ങളുടെ ബോസ് അവിടെ ഉണ്ടായിരിക്കും. हमारा जो बॉस है वहां पर होगा। അദ്ദേഹം എല്ലാ ബോക്സും സിസ്റ്റമാറ്റിക്കലി അടുക്കി വെക്കും. और सारा जो बॉक्स है लगाने के बाद वो चेक करता എല്ലാ है, ആംപ്ലിഫയറും കണക്ഷൻ കൊടുക്കും. सारा एम्पलीफायर में वो कनेक्शन देते हैं। എല്ലാം കഴിഞ്ഞിട്ട് और सारा काम होने के बाद അവസാനം മൈക്ക് കയ്യിലെടുക്കും. ഒരു മൈക്ക് आखिर माइक अपने हाथ में लेता ആ है മിക്സറിന്റെ മുമ്പിൽ നിൽക്കും. और जो मिक्सर के सामने खड़ा होता है എല്ലാം സെറ്റ് ചെയ്ത് വെക്കും. और सारे सिस्टम में बना लेता है। Then ഞങ്ങൾക്കൊരു ജോലിയുണ്ട്. उसके बाद हमें एक काम देता है ഏകദേശം 500 ബോക്സ് ആ കോമ്പൗണ്ട് മുഴുവനുമുണ്ട്. और 500 ऐसा साउंड बॉक्स है जो पूरे ग्राउंड पर होता ഓരോ है। ബോക്സിന് നമ്പർ ഉണ്ട്. हर बॉक्स का एक नंबर है। ഞങ്ങളോട് പറയും ആ നമ്പറിന്റെ ആ ബോക്സിന്റെ തൊട്ടടുത്ത് ചെന്ന് നിൽക്കുക. हमें कहता है बॉक्स के सामने आप जाके खड़े हो जाओ। ഞങ്ങളുടെ ബോസ് ഈ മിക്സറിന്റെ അടുത്ത് നിന്നിട്ട് और ये मिक्सर के सामने खड़े होकर ഇതേപോലെ ഹലോ ചെക്ക് ഹലോ ചെക്ക് ഹലോ ചെക്ക്. और यहाँ से हेलो चेक चेक करके चेक करता है। ഞങ്ങളുടെ ജോലി എന്താണെന്നറിയാമോ? हमारा काम क्या था? ആ ബോക്സിന്റെ അടുത്ത് കാത് കൊടുക്കും. हमारा कान लगाते वहां पर, പിന്നെ വിളിച്ചു പറയും യെസ് യെസ്. तो हम जवाब देते हैं हाँ जी ठीक आवाज आ रही है। ബോക്സ് സംസാരിക്കുന്നു. और उस वक्त हमारे जो बॉस है हमसे सवाल करते हैं, हम जवाब देते हैं। ആക്ച്വലി സംസാരിച്ചത് ബോക്സ് അല്ല.
असली में जो बॉक्स से मैंने आवाज सुना, बॉक्स ने मुझसे बात नहीं किया, ഞങ്ങളുടെ ഓണറാണ് സംസാരിച്ചത്. हमारे मालिक वहां था, वही बात कर रहा था। He speak from the mic, और वो माइक से बात करता है, but the sound came from the box. और आवाज कहां से आया? बॉक्स में से निकला है। നമ്മുടെ മാസ്റ്റർ അവിടെ നിന്ന് സംസാരിക്കുന്നു. आज हमारे स्वामी स्वर्ग में से बात करेगा, ഈ ബോക്സ് വഴി കേൾക്കുന്നു. हमको बॉक्स कर रहे हैं, इससे आपके पास पहुंच जाएगा। Praise the Lord. हालेलुया। നമ്മൾ രണ്ടുപേരും ബോക്സ് മാത്രമാണ്. हम केवल बॉक्स है यहाँ पर। സ്വർഗ്ഗത്തിലെ ദൈവമാണ് നിങ്ങളോട് स्वर्ग का സംസാരിക്കുന്നത്. परमेश्वर आपसे बात करेगा। Listen carefully. आप ध्यान से सुनिए। ഇന്ന് പകൽക്കാലം നിന്നോട് വ്യക്തിപരമായി സ്വർഗ്ഗത്തിലെ ദൈവം സംസാരിക്കും. आज दिन के समय परमेश्वर व्यक्तिगत तौर पर हर प्रत्येक व्यक्ति से परमेश्वर बात നിന്റെ करेगा। ജീവിതത്തിന്റെ അനുഭവം മനസ്സിലാക്കി ദൈവം സംസാരിക്കും. आज आपके जीवन के हालात को देखकर परमेश्वर आपसे बात करेगा। സ്വർഗ്ഗത്തിലെ ദൈവം നമ്മുടെ നടുവിൽ ആമേൻ ശക്തമായി ഇറങ്ങി आज വന്നിട്ടുണ്ട്. परमेश्वर अपने सामर्थ के साथ हमारे बीच में उतरा है, हमसे बात നാം करेगा। ആരാധിക്കുന്ന ദൈവത്തിന് ഒരു പ്രത്യേകത എന്തെന്നറിയാമോ? हम जिस परमेश्वर की आराधना करते हैं उसका प्रत्येक बात यह है, അവൻ പറഞ്ഞിട്ട് പോകുന്നവനല്ല. वो बात करके चले नहीं जाता, എന്ത് പറയുന്നു അത് അപ്പോൾ തന്നെ ചെയ്യുന്നവനാണ്. जो कहता है उसी समय करता भी है। ഇന്ന് പകൽക്കാലം നിന്നെ വിടുവിക്കും എന്ന് പറഞ്ഞാൽ ഇന്ന് പകൽ തന്നെ അവൻ നിന്നെ വിടുവിക്കും. आज आपको चुराएगा बोलेगा तो आज ही चुराएगा। ഇന്ന് പകൽക്കാലം നിന്നെ സൗഖ്യമാക്കും എന്ന് അവൻ പറഞ്ഞാൽ ഇന്ന് പകൽ തന്നെ അവൻ നിന്നെ സൗഖ്യമാക്കും. आज आपको चंगा करेगा बोलेगा तो आज ही चंगा करेगा। ഇന്ന് പകൽ ചിലത് നിങ്ങൾ പ്രാപിച്ചുകൊണ്ട് പോകാൻ आज പോകുകയാണ്. के समय आप कुछ प्राप्त करने जा रहे हैं। ഹല്ലേലൂയ. हालेलुया। നിങ്ങളുടെ തൊട്ടടുത്ത് സ്വർഗ്ഗത്തിൽ ദൈവമുണ്ട്. आपके बगल में परमेश्वर जो स्वर्ग में है खड़ा है। നിങ്ങളുടെ തൊട്ടടുത്ത് ദൂതന്മാരുണ്ട്. आपके बगल में परमेश्वर के फरिश्ते भी हैं। പരിശുദ്ധാത്മാവ് ശക്തമായി ചലിക്കുന്നുണ്ട്. पवित्र आत्मा यहाँ पर काम कर रहे हैं। ചിലത് പ്രാപിച്ചുകൊണ്ട് പോകുവാൻ ദൈവം നമ്മെ आज സഹായിക്കും. परमेश्वर हमारी सहायता करें, हम प्राप्त करके जाएं। അവൻ ദൈവത്തിൻ ദാസൻ എന്നോട് ഇന്ന് പകൽക്കാലം വചനം സംസാരിക്കണം എന്ന് എന്നോട് പറഞ്ഞപ്പോൾ कल मुझसे कहा गया संडे को आपको प्रचार करना है। ഞാൻ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്ന് കർത്താവേ അരുളപ്പാട് അറിയിക്കണമേ എന്ന് ഞാൻ तब പ്രാർത്ഥിക്കുവാൻ मेरे मन തുടങ്ങി. से लेकर मैं घुटने में होकर खुदा से प्रार्थना की, प्रभु कल मैं क्या बोलूं, आप मुझसे बात कर। കർത്താവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, परमेश्वर ने तब मुझसे कहा, ഇന്ന് പകൽക്കാലം ഞാൻ ഇവരെ മുകളിലേക്ക് കയറി വരുവാൻ കൽപ്പിക്കാൻ പോവുകയാണ്. आज मैं अपने लोगों को, चर्च के लोगों को कहूंगा, तुम सब ऊपर की तरफ आ जाओ। ഇന്ന് പകൽക്കാലം നിങ്ങൾ ഈ ദൂത് കേട്ട് മടങ്ങുമ്പോൾ आज इस वचन सुनकर वापस जाते हैं। ഇപ്പൊ ഇരിക്കുന്നത് പോലെ നിങ്ങൾ ആയിരിക്കത്തില്ല. इसके बाद आज जैसे बैठे हैं ऐसे नहीं, आप बदलेंगे। അടുത്ത ഒരു ലെവലിലേക്ക് നിങ്ങൾ കയറുവാൻ പോവുകയാണ്. आत्मिक जीवन का अगले ऊंचाई पर आपको परमेश्वर लेके जाएगा। ആമേൻ. आमीन। So listen carefully. और इसलिए वचन ध्यान पूर्वक सुने। എന്നോട് കൂടെ വേദപുസ്തകം തുറക്കാം. मेरे साथ परमेश्वर के वचन खोले പുറപ്പാടിന്റെ പുസ്തകം 24-ാമത്തെ അധ്യായം. और निर्गमन के पुस्तक 24 अध्याय। ഹല്ലേലൂയ. ആക്ച്വലി ആ അധ്യായം മുഴുവനും നിങ്ങൾ വായിക്കേണ്ടതാണ്. पूरा उस अध्याय को पढ़ना എന്നാൽ चाहिए, അതിന് നമുക്ക് സമയമില്ല. उसके लिए हमारे पास समय नहीं है। Praise the Lord. പകുതി സമയം ട്രാൻസ്ലേഷന് വേണ്ടി പോകും. क्योंकि मेरे प्रचार का आधा समय तर्जुमा के लिए चले जाती है। അതുകൊണ്ട് അവസാനത്തെ വാക്യം മാത്രം വായിക്കാം. इसलिए मैं आखिर वचन पढ़ना चाहता हूँ। Praise the Lord. आमीन। അവസാനത്തെ വാക്യം. वर्ष 18 वचन पढ़िए। तब मूसा बादल के बीच में प्रवेश करके पर्वत पर चढ़ गया और मूसा पर्वत पर 40 दिन और 40 रात रहा। ഇനി ഒന്നും രണ്ടും വാക്യം കൂടെ. पहला और दूसरा वचन भी पढ़िए। फिर उसने मूसा से कहा, तू हारून, नादाब, अबीहू और इस्राएलियों के 70 पुरानियों समेत यहोवा के पास ऊपर आकर दूर से दंडवत करना। केवल मूसा यहोवा के समीप आए, परंतु वे समीप ना आए और दूसरे लोग उसके संग ऊपर ना आए। Yes. നിങ്ങൾ ഇനി ഈ വചനം ശ്രദ്ധയോടെ കേൾക്കണം. अब आप वचन ध्यान पूर्वक सुने। ഈ വചനം ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കണമെങ്കിൽ ये वचन मैं आपके सामने खुलकर बोलने जा रहा हूँ। ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ അല്പം ബാക്കിലേക്ക് പുറകിലേക്ക് കൊണ്ടുപോകണം. आपको थोड़ा पीछे की कहानी की तरफ आपको पहले लेके जाऊंगा। പുറപ്പാട് പുസ്തകത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. निर्गमन के पुस्तक में एक खास बात है, അത് വിടുതലിന്റെ പുസ്തകമാണ്. वो छुटकारे का पुस्तक है।
आमीन। 400 വർഷം അടിമകളായിരുന്നവർ और जो प्रभु के लोग 400 साल मिस्र में गुलामी में थे, ദൈവത്താൽ വിടുതൽ പ്രാപിച്ച് परमेश्वर से उन्होंने छुटकारा पाया, ഒരു പുതിയ അധ്യായത്തിലേക്ക് അവർ പ്രവേശിച്ചു. जीवन का एक नए इतिहास के तरफ वो पहुंच गया। ഈ പുറപ്പാട് പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ ധ്യാനിക്കുന്നത്. आज हम निर्गमन के पुस्तक से सीख रहे हैं। അതുകൊണ്ട് ഈ ആരാധനയിൽ നിന്റെ 400 അല്ല 4000 വർഷത്തിന്റെ അടിമമുഖമായാലും കർത്താവ് അതിനെ പൊട്ടിച്ച് ഇവിടെ നിന്ന് നീ പുറപ്പെടുമ്പോൾ ഒരു പുതിയ പുറപ്പാട് നിനക്ക് നൽകുവാൻ यदि പോകുകയാണ്. 400 साल गुलामी में था या 200 साल या 2000 साल गुलामी में था, आपके जीवन की गुलामी का बंधन आज परमेश्वर तोड़कर आपको आगे ले जाएगा। ആമേൻ. ഈ ആരാധന വിട്ട് നിങ്ങൾ പുറപ്പെടുമ്പോൾ इस आराधना के बाद आप घर जाते हैं, നിങ്ങൾക്കൊരു പുതിയ യാത്ര നിങ്ങൾ തുടങ്ങുവാൻ പോകുകയാണ്. एक ആമേൻ. नई जीवन की यात्रा का शुरू आप करने जा रहे हैं। നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ ഒരു ഹല്ലേലൂയ यदि പറയാമോ? आप विश्वास करते हैं तो बोलिए हालेलुया। बोलिए हालेलुया बोलिए। जोरसे हालेलुया बोलिए। जोरसे बोलिए हालेलुया। जोरसे बोलिए हालेलुया बोलिए। ഈ വിടുതൽ പ്രാപിച്ച ജനം ये जो छुटकारा पाए हुए लोग 400 വർഷം ഈജിപ്തിൽ ഫറവോന് അടിമയായിരുന്ന ജനം വിടുതൽ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ और 400 साल ये लोग गुलामी में मिस्र में था, ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ അവർ വ്യത്യസ്തമായ ജനമായി മാറി. परमेश्वर के नजर में ये लोगों के बारे में वो कुछ सोचता था। അവർ വിടുതൽ പ്രാപിച്ചത് और जब उन्होंने छुटकारा पाया, കുഞ്ഞാടിന്റെ രക്തത്താലാണ്. मेमने के लहू के द्वारा छुटकारा पाया। ഈ കുഞ്ഞാട് കർത്താവായ യേശുവാണ്. और आज की स्थिति में वो मेमना यीशु मसीह है। ഇവിടെ ഇരിക്കുന്ന നാം എല്ലാം യേശുവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ചവരാണ്. यदि हम भी पाप से छुटकारा पाया है तो यीशु मसीह के लहू के द्वारा छुटकारा पाया है। യേശുവിന്റെ രക്തത്താൽ ഉണ്ടാകുന്ന വിടുതലാണ് നമ്മുടെ രക്ഷിക്കപ്പെട്ട അനുഭവം. और यीशु मसीह के लहू के द्वारा छुटकारा पाए हुआ जीवन है, उसके लिए कहते हैं हमने उद्धार पाया। ഇവിടെ ആയിരിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്. मैं विश्वास करता हूं यहाँ जितने बैठे हैं आपने यीशु मसीह के नाम से उद्धार पाया है। രക്ഷിക്കപ്പെട്ടവരെയാണ് ദൈവം സഭയ്ക്കകത്ത് കൊണ്ടുവന്നത്. जो उद्धार पाए हैं उनको परमेश्वर कलीसिया में इकट्ठा करता है। Praise the Lord. परमेश्वर की स्तुति हो। ആ രക്ഷ പൂർണ്ണമാകുന്നത് ജലസ്നാനത്തിൽ കൂടിയാണ്. और वो जो उद्धार पूर्णता में तब आता है जब विश्वास करने वाले बपतिस्मा लेंगे। ആമേൻ. आमीन। ആമേൻ. ചെങ്കടലിൽ കൂടെ കടന്നത് സ്നാനത്തിന്റെ മുന്നടയാളമാണ്. और जो लाल समुद्र के बीच में होकर गया इस्राएल के लोगों के लिए वही था बपतिस्मा। ഇനി വളരെ ശ്രദ്ധിക്കണമേ. अब आप ध्यान से सुनिए, നിങ്ങൾ വേദപുസ്തകം എടുത്ത് आप बाइबल जब लेते हैं, ആമേൻ, ഈ പുറപ്പാട് പുസ്തകത്തെ ഒന്ന് ശ്രദ്ധിച്ചു വായിക്കുമ്പോൾ निर्गमन के पुस्तक को आप ध्यानपूर्वक पढ़ेंगे, നിങ്ങൾക്ക് അവിടെ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുവാൻ वहां കഴിയും. पर एक बात आप समझ सकते हैं। അതിന്റെ 14-ാമത്തെ അധ്യായത്തിൽ उसके 14 अध्याय में പുറപ്പാട് പുസ്തകം അതിന്റെ 14-ാമത്തെ അധ്യായത്തിൽ निर्गमन 14 अध्याय നിങ്ങൾ വരുമ്പോൾ जब आप देखते हैं ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. एक बात आप समझ सकते हैं। Praise the Lord, praise the Lord, hallelujah. 19-ാം വാക്യം വായിച്ചാൽ 19 वचन 14 अध्याय को ശ്രദ്ധിച്ചു കേൾക്കണമേ, ശ്രദ്ധിച്ചു ध्यान കേൾക്കണമേ. से सुनिए। 19-ാം വാക്യം വായിച്ചാൽ 19 वचन आप पढ़ते हैं। അനന്തരം ഇസ്രായേൽ സൈന്യത്തിനു മുമ്പേ നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. 19 वचन पढ़े। तब परमेश्वर का दूत जो इजरायली सेना के आगे आगे चला करता था जाकर उनके पीछे हो गया और बादल का खंभा उनके आगे से हटकर उनके पीछे जा ठहरा। Praise the Lord. മേഘസ്തംഭം അവരുടെ മുമ്പിൽ നിന്ന് മാറി അവരുടെ പിൻപിൽ പോയി നിന്നു. बादल का खंभा उसके आगे से हटकर पीछे। അതായത് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വാക്കിതാണ്, मैं आपके सामने शब्द का इस्तेमाल करना चाहता हूं। ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാം പാപ ജീവിതം വിട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിന് വേണ്ടി വരുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു ദൂതൻ നമ്മുടെ മുമ്പിൽ പോകുന്നുണ്ട്. കർത്താവിന്റെ തേജസ് നമ്മുടെ മുമ്പിൽ പോകുന്നുണ്ട്. जब हम पाप को छोड़कर मसीह को ग्रहण करते हैं और उसके बाद मसीह के लिए बपतिस्मा के द्वारा समर्पण करते हैं तो याद रखना एक स्वर्ग का फरिश्ता हमारे आगे आगे खड़े होना शुरू होता है। ഇതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ये तो सबसे बड़ी आशीष का कारण The है। glory of God, ദൈവ
परमेश्वर की महिमा जो है രാത്രി അഗ്നിസ്തംഭത്തെ, रात को अग्नि के द्वारा, പകൽ മേഘസ്തംഭത്തെ, दिन में बादल के द्वारा, നമ്മുടെ മുമ്പിൽ നമ്മുടെ കൂടെ ഉണ്ട്. हमारे आगे हमारे साथ साथ है, നമ്മളെ വഴി നടത്തുവാൻ, हमें रास्ता दिखाने के लिए, നമുക്ക് ആലോചന തരുവാൻ, हमें सलाह देने के लिए, നമ്മളെല്ലാവരുടെ കൂടെ ദൈവത്തിന്റെ തേജസ് ഉണ്ട്. हम सबके साथ परमेश्वर की महिमा आगे रहते हैं. Praise the Lord. आमीन. ഞാൻ ഇതിനൊരു പേരിടാം, കോമൺ ഗ്ലോറി ഓഫ് ഗാഡ്. എല്ലാവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവ തേജസ്. एक ऐसा महिमा जो सबके ऊपर आता है, वो महिमा हमारे आगे होता है. ആമേൻ 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 ആമേൻ. എല്ലാവരുടെ മേൽ വ്യാപരിക്കുന്ന वो ദൈവ തേജസ്. महिमा जो परमेश्वर का उद्धार पाने के बाद आपके आगे रहता है. ഈ മോശയുടെ കൂടെ നടന്നവരിൽ जो मूसा के साथ साथ चल रहे थे, എല്ലാവരും വിശ്വസ്തരല്ല. सब लोग ईमानदार नहीं थे. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ छोटी छोटी प्रॉब्लम आती है, ഉടൻ തന്നെ കുനിഞ്ഞ് കല്ലെടുക്കുന്നവർ കൂടെ ഉണ്ടായിരുന്നു. उनमें से कुछ लोग हैं, तुरंत पत्थर उठाते हैं मूसा को मारने के लिए, കല്ലെറിയുന്ന കൂട്ടം കൂടെ ഉണ്ടായിരുന്നു. क्योंकि इस भीड़ के साथ, इस कलीसी के साथ पथराव करने का ध्यान रखने वाला भी था. മോശ ഇറങ്ങി വന്നില്ല എന്ന് കണ്ടാൽ और जब मूसा पहाड़ पर गया, കാളക്കുട്ടി ഉണ്ടാക്കുന്ന കൂട്ടം കൂടെ ഉണ്ടായിരുന്നു. पहाड़ से नीचे उतरने में देर हो गया, तो वही खुदा के लोग परमेश्वर को छोड़कर मूर्ति बना दिया. എന്നാൽ അവരുടെ മേലും ഈ ഗ്ലോറി ഉണ്ടായിരുന്നു. उनके कमजोरी के बाद भी परमेश्वर ने अपनी महिमा उनके ऊपर चमका दिया. ചതിയനായാലും അവൻ കള്ളനായാലും അവൻ പുറത്ത് വന്നല്ലോ, അതുകൊണ്ട് ദൈവത്തിന്റെ തേജസ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു. धोखा देने वाला हो सकता है विश्वासी, या जिस जीवन में कोई कमी हो सकता है, पर परमेश्वर की कृपा है, आपको बाहर लेके आएगा, आपको छोड़कर उसकी महिमा नहीं आएगा. ആമേൻ. ആ തേജസ് ഇവിടെ ഒന്ന് ഇറങ്ങട്ടെ. ഹല്ലേലൂയ. सुनिए, ആ തേജസ് ഇവിടെ ഒന്ന് ഇറങ്ങട്ടെ. आज उस महिमा यहाँ पर उतरने पाए. എന്റെ കൂടെ നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്ത് വേഗം വരണമേ. आप मेरे साथ जरूर चलना है. ഇന്ന് ആരാധനയിൽ ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ ഇറങ്ങിയ മേഘസ്തംഭം, അഗ്നിസ്തംഭം നമ്മുടെ ആരാധനയിൽ ഒന്ന് ഇറങ്ങട്ടെ. ഹല്ലേലൂയ. जो इस्राएल के लोगों के बीच में जो आग उतरा था, जो बादल उतरा था, वो आज हमारे बीच में उतरने जा रहे हैं. ആമേൻ. നിങ്ങളുടെ നടുവിൽ അത് ഇറങ്ങി, നിങ്ങളുടെ കുടുംബത്തിൽ അത് ഇറങ്ങി. मेरे जीवन में, परिवार में उसकी महिमा प्रकट होने जा रही ആമേൻ. है. നിങ്ങളുടെ നടുവിൽ ഇറങ്ങിയാൽ നിങ്ങളുടെ വീട്ടിനകത്തേക്ക് തേജസ് ഇറങ്ങും. आज यहाँ पर खुदा की महिमा को अनुभव करेंगे, आप घर में जाएंगे, वहाँ पर भी आप अनुभव करेंगे. നീ ദൈവത്തിന്റെ പൈതലാണെങ്കിൽ നീ എവിടെയായിരുന്നാലും ഈ ഗ്ലോറി ആമേൻ ഇറങ്ങും. ഹല്ലേലൂയ. आप यदि परमेश्वर के संतान हैं, चाहे चर्च में रहे, चाहे घर में रहे, खुदा की महिमा जरूर आप देखेंगे. നിങ്ങൾക്ക് അത് കാണുവാൻ കഴിയുന്നോ ഇല്ലയോ, വിശ്വസിക്കാൻ കഴിയുന്നോ ഇല്ലയോ, ഇന്ന് പൽക്കാലം കർത്താവിന്റെ പ്രവാചകനായി ഞാൻ കാണുകയാണ്. ഹല്ലേലൂയ. ഈ നവജീവൻ ആമേൻ സംഗതി ചർച്ചിന്റെ അകത്ത് ദൈവത്തിന്റെ തേജസ് ഇന്ന് രാത്രികാലം ഇറങ്ങിയിരിക്കുകയാണ്. आप विश्वास कर सकते हैं कि परमेश्वर की महिमा, उस तेजस, उस महिमा यहाँ पर उतर रहा है. The glory of God is flowing upon you right परमेश्वर now. की महिमा यहाँ पर उतर कर आपके बीच में काम कर रही है. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുകയാണ്, पवित्र आत्मा आपसे कह रहे हैं, 2025 മുതലുള്ള ഇനിയുള്ള കാലം ഈ ശുശ്രൂഷ തേജസ് ചുമക്കുന്ന ശുശ്രൂഷയായി മാറുമെന്ന് പരിശുദ്ധാത്മാവ് पवित्र പറയുന്നു. आत्मा से बात कर रहे हैं कि 2025 से लेकर जो सेवा आत्मा का सामर्थ का सेवा होगा. ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേർ ഈ തേജസ് കാണാൻ പോവുകയാണ്. यहाँ बैठे बहुत सारे लोग परमेश्वर की महिमा देखने जा रहे हैं. ഒരു ഹല്ലേലൂയ പറയാമോ? हालेलुया. ഹല്ലേലൂയ बोले, जोर से बोले हालेलुया. जोर से हालेलुया बोले हालेलुया. जोर से हालेलुया बोले हालेलुया. നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ടുണ്ട്. हम सब ने पवित्र आत्मा पाया है. നമ്മളെല്ലാവരും അന്യഭാഷ സംസാരിക്കുന്നു. हम सब अन्य भाषा भी बोलते हैं, അത് വേറെ. वो अलग बात है. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ദൈവശക്തി വരുന്നു. पर परमेश्वर की आत्मा आते हैं तो शक्ति या सामर्थ काम करता The है. power of God. परमेश्वर का सामर्थ काम करता है, അത് വേറെ. वो अलग है. ശ്രദ്ധിച്ച് കേൾക്കണമേ. ध्यान से सुनिए, വിശ്വാസികൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. विश्वासी ध्यान से सुनिए, इधर उधर मत देखें. നമ്മളെല്ലാവരും രക്ഷിക്കപ്പെടുമ്പോൾ हम सब उद्धार पाते हैं പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കുന്നു. तो पवित्र आत्मा में मिलता है, അന്യഭാഷ ലഭിക്കുന്നു. अन्य भाषा भी हम बोलते हैं. അത് സ്റ്റെപ്പ് നമ്പർ 1. और दूसरा स्टेप में है वो നാം പരിശുദ്ധാത്മാവിൽ അന്യഭാഷയിൽ ആരാധിച്ച് വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ദൈവശക്തി ലഭിക്കുന്നു. या अन्य സ്റ്റെപ്പ് നമ്പർ 2.
बोलते हैं, उसके बाद परमेश्वर अपने सामर्थ हमारे जीवन में प्रकट करेगा। ദൈവശക്തി ലഭിക്കുമ്പോൾ നമ്മളെല്ലാം സാക്ഷിയായി മാറുന്നു. और वचन में लिखा है, जो परमेश्वर का सामर्थ उतरता है, आप दुनिया में यीशु का गवाह बन जाते हैं। ഇന്ന് ദൈവം നിങ്ങളോട് പറയുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഞാൻ നിങ്ങളെ കയറ്റുവാൻ പോവുകയാണ്. परमेश्वर कहता है, जो तीसरा स्टेप है, सारे दुनिया में गवाह होने का सामर्थ काम करेगा आपके जीवन में। അത് ദൈവത്തിന്റെ തേജസ് ഇറങ്ങാൻ പോവുകയാണ്. उसी के लिए परमेश्वर की महिमा यहाँ पर उतरने जा रहे हैं। Holy Spirit, Holy Power, Holy Glory. और परमेश्वर की आत्मा की सामर्थ और परमेश्वर की आत्मा की महिमा यहाँ पर प्रकट ഇന്ന് होगी। പകൽക്കാലം നാം എല്ലാവരും ആ ഗ്ലോറി കാണുവാൻ പോവുകയാണ്. आज हम सब लोग उसकी महिमा को देखने जा रहे हैं। വിശ്വസിക്കുന്നുവെങ്കിൽ കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം. आप ആമേൻ. तो विश्वास करते हैं तो हाथ उठा के कहे हालेलुया। ഹല്ലേലൂയ. हालेलुया। യെഹെസ്കേൽ പ്രവചന പുസ്തകത്തിൽ ഞാൻ പറഞ്ഞു പോകാം. ആമേൻ. एहेस्केल का पुस्तक, ആമേൻ. 40 യെഹെസ്കേൽ പ്രവചന പുസ്തകം. एहेस्केल, Praise the Lord. एहेस्केल, Hallelujah, hallelujah, hallelujah. Amen. അതിന്റെ 40 yes 43 അധ്യായം 43, 4-5 വാക്യം. और 4 या 5 वचन। 4-5 വാക്യം. चैप्टर 47, एहेस्केल चैप्टर 47, 4 और 5 वचन। ദൈവത്തിന്റെ തേജസ് ദൈവത്തിന്റെ ആലയത്തിൽ പ്രവേശിച്ചു. परमेश्वर की महिमा मंदिर के अंदर प्रवेश हो गया। ഹല്ലേലൂയ बोलिए. ദൈവത്തിന്റെ തേജസ് परमेश्वर की महिमा ദൈവത്തിന്റെ ആലയത്തിന്റെ ഉള്ളിൽ പ്രവേശിച്ചു. परमेश्वर के भवन के अंदर प्रवेश हो गया। ഇത് 4-ാമത്തെ വാക്യം. 4 वचन में लिखा है। 5-ാമത്തെ വാക്യം പറയുന്നു, 5 वचन में लिखा है, ദൈവത്തിന്റെ തേജസ് परमेश्वर की महिमा ദൈവത്തിന്റെ ആലയത്തെ നിറച്ചു. परमेश्वर के भवन को भर दिया। The glory of God entered into the house of God. सबसे पहले परमेश्वर की महिमा परमेश्वर के भवन के अंदर प्रवेश हो गया। Then the glory of God filled the house of God. उसके बाद परमेश्वर की महिमा भवन के अंदर भर दिया। ആദ്യം നിങ്ങളാണ് ദൈവത്തിന്റെ ആലയം. सबसे पहले आप परमेश्वर का मंदिर है। ഇന്ന് പകൽക്കാലം നിന്റെ ഉള്ളിൽ ഈ തേജസ് പ്രവേശിക്കാൻ आज പോവുകയാണ്. दिन में परमेश्वर की आत्मा की महिमा आपके अंदर प्रवेश होने जा रहे हैं। ദൈവത്തിന്റെ തേജസ് കൊണ്ട് നിന്നെ ദൈവം നിറയ്ക്കുവാൻ പോവുകയാണ്. परमेश्वर अपने महिमा से आपको भरने जा रहे हैं। ആമേൻ. 2 ഈ ആലയം ദൈവത്തിന്റെ മന്ദിരമാണ്. ये जो मंदिर है परमेश्वर का है। ഞാൻ പ്രവാചകനായി പ്രവചിച്ചു പറയാം, मैं एक भविष्यवक्ता के रूप में मैं भविष्यवाणी करता हूँ। ഇവിടെ ഇരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ദൈവത്തിന്റെ തേജസ് ഈ സഭയെ ആലയത്തെ നിറയ്ക്കുന്നത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പോകുന്ന കാലം വരികയാണ്. आप अपने आंखों से आप देखने जा रहे हैं। इस शख्स के अंदर, हर व्यक्ति के अंदर परमेश्वर की महिमा से भरने जा रही आप देखेंगे। നിങ്ങളുടെ ഈ നഗ്ന കണ്ണുകൾ കൊണ്ട് കാണുവാൻ പോവുകയാണ്. आप अपने बाहरी आंखों से ही देखेगा। हर व्यक्ति के अंदर ആരാധനയുടെ നടുവിൽ തീ ഇറങ്ങുന്നത് നിങ്ങൾ കാണുവാൻ പോവുകയാണ്. ആമേൻ. आराधना के बीच में आग उतरना स्वाभाविक है। ഹല്ലേലൂയ. അത് ഇന്ന് പകൽക്കാലം നാം ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചാൽ അത് നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആമേൻ. धन्यवाद स्तुति करेंगे, महिमा उतरने का काम यहाँ होगा। ഹല്ലേലൂയ. ഞാൻ പറയുന്നത് ഇതെല്ലാം കോമൺ ഗ്ലോറിയാണ്. मैं कहता हूँ एक साधारण महिमा जो सबके लिए होता है। ഈ മേഘം ഇറങ്ങിയാൽ മഞ്ഞ ഇറങ്ങും. और ये जो बादल है नीचे उतरा है मिट्टी पर आएगा। ഈ മേഘം പൊങ്ങിയാൽ നമ്മളും പൊങ്ങും. और यदि बादल ऊपर जाते हैं बादल के साथ आप भी ऊपर जाने वाले ഈ हैं। മേഘം മൂവായാൽ നമ്മളും മൂവാകും. यदि बादल आगे जाते हैं तो आप भी बादल के साथ आगे जाएंगे। യേശുവിന്റെ നാമത്തിൽ ആ മേഘം നമ്മുടെ നടുവിൽ വന്ന് ഇറങ്ങട്ടെ. वो बादल हमारे बीच में उतरने पाए। എത്ര പേർ അങ്ങനെ ആഗ്രഹിക്കുന്നു? കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാമല്ലോ. आपको लग रहा है कि आपका काम कर रहे हैं तो हाथ उठा के बोलिए हालेलुया। ആമേൻ. എന്നാൽ നാം വായിച്ച വചനത്തിൽ पर जो वचन हमने पढ़ा ഒരു പ്രത്യേകത കാണാൻ കഴിയും. एक खास बात हम देखते हैं। അത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ പുറപ്പാട് 19-ാം അധ്യായം 18-ാം വാക്യത്തിൽ വരണം. और निर्गमन 19 से लेकर 18 वचन में लिखा है। ആ വാക്യം നിങ്ങൾ വായിച്ചാൽ 19 के 18 में लिखा हुआ है। നിങ്ങൾക്കത് മനസ്സിലാക്കാൻ
മനസ്സിലാക്കാൻ കഴിയും. आप समझ सकते हैं പകൽ മേഘസ്തംഭത്തിൽ രാത്രി അഗ്നിസ്തംഭത്തിൽ ദൈവം ഇസ്രായേൽ ജനത്തോട് കൂടെ ഉണ്ട്. रात को आग से, दिन को बादल से परमेश्वर अपनी उपस्थिति दर्शाता था. എന്നാൽ ഒരു പ്രത്യേക ദിനത്തിൽ पर एक खास दिन में ആ common glory അല്ലാതെ उस साधारण महिमा के अलावा ഒരു സ്പെഷ്യൽ ഗ്ലോറി एक खास महिमा ഷീനായി പർവ്വതത്തിന്റെ മുകളിൽ ഇറങ്ങി വന്നു. सीनाई पर्वत के ऊपर परमेश्वर ने लेकर आया. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ സ്പെഷ്യൽ ഗ്ലോറി നമ്മുടെ മേലെ ഇറങ്ങട്ടെ. और सीनाई पहाड़ के ऊपर स्पेशल ग्लोरी या महिमा उतरा, आज हमारे बीच में उतरेगा. ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ എന്നോട് കൂടി നിങ്ങൾ വരുന്നുവെങ്കിൽ അതിന്റെ രഹസ്യം എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. जब मैं बोलते बोलते आगे जा रहा हूँ, आप समझते रहेंगे जो मैं कहना जा रहा हूँ, अब उसको कैच करोगे. നിങ്ങൾ വിശ്വസിക്കുന്നുവോ ഷീനായി മലയിൽ ഇറങ്ങിയ ദൈവം നമ്മുടെ നടുവിലും ഇറങ്ങും? क्या विश्वास करते हैं मूसा के साथ सीनाई पर्वत पर जो परमेश्वर उतरा है, आज हमारे बीच में उतरा हुआ है. ഇറങ്ങും എങ്കിൽ അവൻ ഇറങ്ങും. यदि वह उतरने वाला है, अपने बंदों के बीच में उतरेगा. വിശ്വസിച്ചാൽ അതുപോലെ സംഭവിക്കും. यदि आप इस बात का विश्वास करेंगे तो वही सही होगा. ഷീനായി മലയിൽ ദൈവം അഗ്നിയായി ഇറങ്ങി വന്നു. और सीनाई पर्वत के ऊपर जब परमेश्वर ने उतरा, लोगों ने देखा आग उतरते हुए देखा. ഞാൻ ഒരു കർത്താവിന്റെ പ്രവാചകനായി പറയാം. मैं एक भविष्यवक्ता का रूप ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ നിന്റെ തലമേൽ ആ അഗ്നി വന്ന് ഇറങ്ങട്ടെ. ഹല്ലേലൂയ. के समय आपके सिर पर परमेश्वर का आग उतरने തീ पाए. ഇറങ്ങട്ടെ. ആമേൻ. आग उतरने पाए. പരിശുദ്ധാത്മാവ് അഗ്നിയായി ഇറങ്ങട്ടെ. पवित्र आत्मा आग के रूप में आपके ऊपर उतरने പെന്തക്കോസ്തേ पाए. നാളിൽ ഇറങ്ങിയതുപോലെ ആ തേജസ് അഗ്നിയായി ഇറങ്ങട്ടെ. पेंटिकोस्त के दिन में जो आग उतरा है, वही आग आपके ऊपर उतरने ആരുടെ पाए. മേൽ ഇന്ന് പകൽക്കാലം ആ തീ ഇറങ്ങുന്നുവോ जिस किसी के ऊपर उस आग उतरता है, ആ വ്യക്തിയെ സ്വർഗ്ഗത്തിലെ ദൈവം അവൻ തീയായി മാറ്റുവാൻ പോകുകയാണ്. और ആമേൻ. वो व्यक्ति को परमेश्वर आग का शोला बना के रखेगा. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ നാവ് തീയായി മാറട്ടെ. आज सुबह के समय आपका जीव आग के शोला बन നിങ്ങളുടെ जाए കൈകൾ തീയായി മാറട്ടെ. और आपके हाथों में आग हो जाए. നിങ്ങളുടെ ജീവിതം തീയായി മാറട്ടെ. आपकी जिंदगी एक आग में जीवन हो जाए. ഇന്ന് പകൽക്കാലം നമ്മുടെ ആരാധന അഗ്നി നിറഞ്ഞ ആരാധനയായി आज മാറട്ടെ. की आराधना के बीच में परमेश्वर अपनी अग्नि को भेज रहा है. ഹല്ലേലൂയ. हालेलुया. ഷീനായി മലയിന്മേൽ അഗ്നി ഇറങ്ങി. सीनाई पहाड़ के ऊपर अग्नि उतरा. ഷീനായി മലയിന്മേൽ മേഘമിറങ്ങി. सीनाई पहाड़ के ऊपर बादल उतरा. മേഘമിറങ്ങിയാൽ മഴ പെയ്യും. जो बादल उतरता है तो बारिश जरूर है. മേഘം വന്നാൽ മഴ പെയ്യും. बादल आ गया तो बारिश निश्चित में है. ഇന്ന് ഈ ആരാധനയിൽ നമ്മുടെ നടുവിൽ മേഘം ഇറങ്ങിയാൽ आज परमेश्वर का बादल हमारे बीच में उतर रहा है. നിന്റെ മേൽ മഴ പെയ്യുവാൻ പോകുകയാണ്. आपके ऊपर आशीष की बारिश उतरने जा रहे हैं. അനുഗ്രഹത്തിന്റെ മഴ പെയ്യുവാൻ പോകുകയാണ്. अनुग्रह की बारिश आपके ऊपर उतरने जा रही है. അഭിഷേകത്തിന്റെ മഴ പെയ്യുവാൻ പോകുകയാണ്. अभिषेक का बारिश आपके ऊपर उतरने जा रही മുൻമഴയും है. പിന്മഴയും നിന്റെ മേൽ പെയ്യുവാൻ പോകുകയാണ്. पहले का बारिश बाद का बारिश दोनों आज मिलेगा. നിന്റെ മരുഭൂമി പോലെ വനാന്തരം പോലെ ഡെസർട്ട് പോലെ കിടക്കുന്ന ഭാഗത്ത് കാഞ്ഞ കരുവഴിച്ച് കിടക്കുന്ന ഭാഗത്ത് ദൈവത്തിന്റെ തേജസ് ഇറങ്ങി മഴ പെയ്ത് അതിനെ കുതിർപ്പിക്കുമാറാകട്ടെ. यदि आपकी जिंदगी मरुभूमि के समान है, उसकी परमेश्वर अपने बारिश को उतार कर फलदायक जमीन बना देगा. ഹല്ലേലൂയ. ए, ജീവിതത്തിൽ ഒരു ഭാഗത്തിനും അനുഗ്രഹമില്ലയോ? जीवन के एक तरफ आशीष नहीं है. ആ എവിടെയും ഒന്നും മുളച്ചില്ലയോ? आपको लगता है ये मरुभूमि है मेरे जीवन നീ में. വിതയ്ക്കുന്ന വിത്ത് ഒന്നും മുളയ്ക്കുന്നില്ലയോ? आप बीज बोता है उगता नहीं है. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിന്നോട് പറയുകയാണ്, आज पवित्र आत्मा आपसे बात कर रहा है. ഞാൻ മഴ പെയ്യിപ്പിക്കാൻ പോകുന്നു मैं എന്ന്. बारिश तुम्हारे लिए भेज रहा हूँ. ആ മഴ നിന്റെ മേൽ പെയ്യും. वो बारिश तुम्हारे जीवन के ऊपर आएगा. വിതയ്ക്കുന്ന വിത്ത് മുളയ്ക്കട്ടെ. ആമേൻ. जो बीज बोता है वो जरूर उग कर सामने आएगा. ജോസഫ് बोले हालेलुया बोले आमेन. हालेलुया. हालेलुया बोले हालेलुया. हालेलुया बोले हालेलुया. സീനായി മലയിൽ കൊടുമുടിയിൽ കർത്താവിന്റെ തേജസ്സ് ഇറങ്ങി വന്നു. सीनाई पहाड़ के ऊपर परमेश्वर की महिमा उतर कर आया. ഇനിയാണ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. अब आप ध्यान पूर्वक सुनना. വളരെ ശ്രദ്ധിക്കേണ്ടത്. ध्यान से सुनिए. എന്റെ മെസ്സേജ് ഇതാണ്. अब जो मैं बोलने वाला वो संदेश है. ഈ ഭാഗത്തെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. इस जगह को आप ध्यान करें. സീനായി മലയിൽ കൊടുമുടിയിൽ ദൈവത്തിന്റെ തേജസ് തീയായി ഇറങ്ങി അവിടെ നിൽക്കുകയാണ്. परमेश्वर का जो आग है सीनाई पहाड़ के ऊपर आके बसा हुआ है. ആമേൻ. കർത്താവ് ഇറങ്ങി വന്നു എന്ന് വേദപുസ്തകം और പറയുന്നു. आग को देखकर वचन में लिखा है परमेश्वर उतरा है.
ഇറങ്ങിയത് ദൈവമാണ്. उतरा परमेश्वर, ഈ മല ഒന്ന് കുലുങ്ങി, और जब उतरा परमेश्वर पहाड़ ही गई ഭയങ്കര കുലു. और भूचाल हो गया। സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നു, भजनकार कहता है, പർവ്വതമേ പർവ്വതമേ, മലകളെ മലകളെ, നിന്റെ ആട്ടിൻകൂട്ടത്തെ പോലെ ഇങ്ങനെ തുള്ളുന്നത് എന്ത്? पहाड़ तू ऐसा क्यों हिल रहे हैं? Praise the Lord. आमीन। പർവ്വതം തുള്ളുകയാണ്. यानी जो पहाड़ है नाचना शुरू कर देता है। ആ സീനായ് പർവ്വതത്തോട് ഈ ചോദ്യം ചോദിച്ചാൽ എന്ത് പറയും? सीनाई पहाड़ से जब सवाल पूछेगा ഞാൻ തുള്ളിയതല്ല, तो सीनाई पहाड़ बोलेगा, എന്റെ മേൽ ഇറങ്ങി വന്ന ശക്തി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തുള്ളിപ്പോയതാണ്. सीनाई पहाड़ जब हिलना शुरू हो गया, सीनाई पहाड़ कहते हैं मैं अपने आप नहीं खुदा, एक शक्ति मेरे ऊपर आ गया है। आमीन। ഇവിടെ ഇരിക്കുന്ന നമ്മൾ തുള്ളിപ്പോയി. और जो लोग खुदा की उपस्थिति में हैं वो हिलना शुरू हो गया। കാര്യം നമ്മുടെ മേൽ ഇറങ്ങുന്ന ദൈവശക്തി വലുതാണ്. क्योंकि हमारी पर उतरने वाला सामर्थ बहुत बड़ा है। Praise the Lord. परमेश्वर की स्तुति हो। ദൈവശക്തി വലുതാണ്. परमेश्वर का सामर्थ बहुत बड़ा है। ഒരു വലിയ ദൈവശക്തി നിങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം आज വ്യാപരിക്കട്ടെ. सुबह के समय परमेश्वर का सामर्थ आपके ऊपर उतर रहा है। ഇപ്പോൾ ദൈവം മോശയെ വിളിച്ചു. तब परमेश्वर ने मूसा को बुलाया। Listen carefully. आप ध्यान से सुनिए। മോശയെ വിളിക്കുകയാണ്. और मूसा को बताया, മോശെ ഒരു കാര്യം ചെയ്യും, मूसा एक काम करना, നീയും तुम നിന്റെ കൂടെ ആമേൻ 70 മൂപ്പന്മാരും तुम और तुम्हारे साथ 70 पूर्णिया, അഹരോനും हारून ഇനിയും ചില രണ്ടുപേരും, और एक दो लोग और, ഇങ്ങനെ ഒരു 74 പേര് यानी 76 लोग जो है, നിങ്ങൾ മാത്രം और तुम्हें अकेला ഈ മലയിൽ കയറി വരുവിൻ. ये 73 लोग 74 लोग तो बुलाया गया, पर उसमें से तुम्हें हटाकर ऊपर में बुला रहा हूं। ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു? आप समझने की कोशिश करें। മരുഭൂമിയിൽ 6 ലക്ഷം ജനമുണ്ട്. मरुभूमि में आराधना करने वाला भीड़ है। അതിനടുവിൽ ഒരു പർവ്വതത്തിന്റെ കൊടുമുടിയിൽ ദൈവം ഇറങ്ങി നിൽക്കുന്നു. उसके उन लोगों के आसपास में एक पहाड़ के ऊपर परमेश्वर उतरता है। ദൈവം പറയാണ് എല്ലാവരും കയറി വരരുത്. परमेश्वर कहता है सारे दुनिया के लोग पहाड़ के ऊपर मत चढ़ना, എല്ലാവരും കയറി വരരുത്. सब लोग उसके ऊपर नहीं जाना, നിങ്ങൾ എല്ലാവർക്കും കോമൺ ഗ്ലോറി അവിടെ ഉണ്ട്. और तुम्हारे ऊपर सबके ऊपर बराबर महिमा है। ആമേൻ. आमीन। ഇത് സ്പെഷ്യൽ ഗ്ലോറിയാണ്. पहाड़ के ऊपर स्पेशल महिमा है। അത് സ്പെഷ്യലായവർ മാത്രം കയറി വരുവിൻ. वो ആമേൻ. हर व्यक्ति को नहीं मिलेगा, खास खास लोगों को ही वो मिलेगा। ആ സ്പെഷ്യലായവർ ആരാണ്? वो जो स्पेशल लोग कौन है? ഇന്ന് പകൽക്കാലം ഈ ആരാധനയിൽ ഇരിക്കുന്ന നീയാണ് ആ സ്പെഷ്യലായ വ്യക്തി. वो ആമേൻ. खास व्यक्ति आप है जो आज यहाँ बैठे हुए हैं। ജോസഫ് പോലെ ഹല്ലേലൂയ പോലെ ഹല്ലേലൂയ. എത്രയോ പേർ ആരാധനയ്ക്ക് വരാൻ ആഗ്രഹിച്ചു. कितने लोग चाहते थे पहाड़ के ऊपर जाए, എത്രയോ പേർ ഇവിടെ ഇരിക്കുവാൻ ആഗ്രഹിച്ചു. कितने लोग इस चर्च में आना चाहते थे, അവർക്കാർക്കും പറ്റിയില്ല. उन लोगों को ये मौका नहीं ദൈവം मिला। നിന്നെ ഇന്ന് പകൽക്കാലം ഇവിടെ ഇരുത്തി. ആമേൻ. आज परमेश्वर ने आपको यहाँ लेकर आया। ഞാൻ പറയാം, ഞാൻ ജീവനോട് ഇരിക്കുന്നത് ദൈവത്തിന്റെ കൃപ. मैं कहता हूँ कि जीवित में रहता हूँ आज, ये तो ऊपर वाले की कृपा है। എന്നോ മരിച്ച് മൺമറിഞ്ഞ് പോകേണ്ട വ്യക്തിയായിരുന്നു ഈ വ്യക്തി. और मैं जैसा व्यक्ति कब से मरकर दुनिया से जाना था, ഒരിക്കൽ ഇതുപോലെ ശുശ്രൂഷിച്ചിട്ട് ഞാൻ പോകുമ്പോൾ और एक बार मैं कहीं प्रचार करके जा रहा था, പെട്ടെന്ന് തലകറങ്ങി ഞാൻ താഴെ വീണു. और अचानक मुझे चक्कर आया, मैं वहीं गिर गया। അവിടെ ആ ബസ് സ്റ്റാൻഡിൽ ഇരുന്നവർ എന്നെ ഗവൺമെന്റിന്റെ ഏതോ ഒരു വണ്ടിയിൽ കയറ്റി ആശുപത്രി അയച്ചു. मैं बस स्टैंड में था, बस स्टैंड के वहां खड़े हुए लोग मुझे उठाकर गाड़ी में रखकर अस्पताल ले गया। ഞാൻ കണ്ണു തുറക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിന്റെ അകത്ത് എനിക്ക് ആൻജിയോ നടന്നുകൊണ്ടിരിക്കുകയാണ്. और जब मैंने आंख खोला कुछ घंटे के बाद मैंने देखा मैं अस्पताल में ऑपरेशन थिएटर के अंदर मुझे रखा गया, मेरा ऑपरेशन होने जा रहा है। സിവിയറായ ഹാർട്ട് അറ്റാക്ക് വന്നു. और तुरंत वहां पर बस स्टैंड में मेरी हार्ट अटैक हुआ, ആമേൻ സ്തോത്രം. ജീവൻ മാത്രമുണ്ട്. और थोड़ा सा जीवन बाकी रह गया, ഞാൻ ആരെന്ന് ആർക്കും അറിയത്തില്ല. और बस स्टैंड में कोई नहीं जानता था मैं कौन हूँ। അവര് എനിക്ക് ആശുപത്രിയിൽ ഗവൺമെന്റ് ആശുപത്രിയിൽ ഇത് ആൻജിയോ നടക്കുകയാണ്. और एंजियोग्राफी गवर्नमेंट हॉस्पिटल में मेरी हो रही थी। ഞാൻ കണ്ണു തുറന്നിട്ട് ഞാൻ ചോദിച്ചു ഞാൻ എവിടെയാണ്. आंख जब खोला है तो मैंने पूछा मैं कहाँ हूँ। അപ്പൊ എന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞു ആശുപത്രിയിലാണ്. तब डॉक्टर ने कहा आप अस्पताल में हैं। ഞാൻ ചോദിച്ചു ഏത് ആശുപത്രി. मैंने पूछा कौन सा अस्पताल है। അപ്പൊ ആശുപത്രിയുടെ പേര് പറഞ്ഞു. हॉस्पिटल का नाम बोला। ഞാൻ പറഞ്ഞു ഐ ആം എ ബിഷപ്പ്.
मैंने कहा मैं एक बिशप हूँ, ഞാൻ ബിഷപ്പാണ്. मैं एक बिशप हूँ. അദ്ദേഹം ചാടി എഴുന്നേറ്റു. तो उस डॉक्टर तो एकदम खड़ा हो गया. ബിഷപ്പാണോ? तो हाँ, क्या बिशप ഞാൻ है? പറഞ്ഞു അതെ എന്ന് പറഞ്ഞു. हाँ, मैं बिशप हूँ. അയ്യോ നിങ്ങൾക്ക് അറ്റാക്കായി. वो आपके ऊपर एक हार्ट अटैक हुआ था. ആൻജിയോ നോക്ക്. वो आंखियों देखो 3 ഫുൾ ബ്ലോക്ക് ഉണ്ട്. और 3 ब्लॉक है तुम्हारे हार्ट में. വിത്തിൻ 15 days bypass സർജറി ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടാം. 15 दिन के अंदर तुम्हारा हार्ट खोलकर मेजर ऑपरेशन करके ही तुम बच सकता है. ഞാൻ പറഞ്ഞു എന്റെ ഭാര്യ വീട്ടിലുണ്ട്. मैंने कहा मेरी पत्नी घर पे है. 2 മക്കൾ 2 സ്ഥലത്ത് പഠിക്കുകയാണ്. 2 बच्चे पढ़ रहे घर पे हैं. ഞാൻ അവരോട് ഒന്ന് സംസാരിക്കണം. क्या मैं उनसे सलाह करना चाहता हूँ. എനിക്കറിയാം ബൈപ്പാസ് സർജറി ചെയ്താൽ ഇതുപോലെ പ്രസംഗിക്കാൻ പറ്റത്തില്ല. और बाईपास सर्जरी ने आपके दिल खोलकर ऑपरेशन करेगा. इस तरह में प्रचार नहीं कर सकता. യാത്ര ചെയ്യാൻ പറ്റത്തില്ല. इस तरह में यात्रा नहीं कर सकता. Praise the Lord. आमीन. പിന്നെ അടങ്ങി ഒതുങ്ങി അങ്ങ് ഇരിക്കണം. और ऑपरेशन एक बार होता है, बंदा कभी काम नहीं कर सकता. പിശാച് വിചാരിച്ചു ഇവനെ അടക്കി ഒതുക്കി ഇരുത്താമെന്ന്. शैतान चाहता था मुझे इस तरीके से मेरा चलना फिरना बंद कर दे. ഞാൻ ദൈവത്തിന്റെ നാമത്തിൽ അവനെ എതിർത്ത് നിൽക്കാൻ തീരുമാനമെടുത്തു. और मैंने शैतान का सामना किया. വീട്ടിൽ വന്ന് ഞങ്ങൾ സംസാരിച്ചു. हम घर में आकर के सलाह किया. ഞാൻ രോഗശാന്തി വിശ്വസിക്കുന്നവനാണ്. और मैं चंगाई में विश्वास करता हूँ. രോഗശാന്തി പ്രസംഗിക്കുന്നവനാണ്. मैं चंगाई का प्रचार भी करता हूँ. രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നവനാണ്. मैं रोगियों के लिए प्रार्थना भी करता हूँ. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു 40 ദിവസം ഉപവസിക്കാം. और तब से लेके मैंने फैसला किया मैं 40 दिन उपवास करूंगा. 40 ദിവസം ഉപവസിച്ചു. मैं 40 दिन उपवास किया. again പ്രാർത്ഥിച്ചു. और मैं बार-बार प्रार्थना किया. കർത്താവേ എന്നെ സൗഖ്യമാക്കണമേ. मैंने कहा परमेश्वर मुझे चंगा कर. ഉപവാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ട് और उपवास के बाद 2 महीना बीत गया. again सेम ആശുപത്രിയിൽ പോയി. और वो अस्पताल में फिर गया. എന്നെ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. मुझे चेक करने के लिए बोला. അദ്ദേഹം പറഞ്ഞു ECG നോർമൽ ആണ്. और उसने कहा ECG आपका नॉर्मल है. എക്കോ നോർമൽ ആണ്. तो आपका नॉर्मल है. ഞാൻ ചോദിച്ചു where is the block? मैंने पूछा वो ब्लॉक था वो कहाँ है. ഡോക്ടർ പറഞ്ഞു 6 മന്ത് കഴിഞ്ഞിട്ട് നമുക്ക് again ആൻജിയോ ചെയ്യാം. उसने कहा 6 महीने के बाद आपकी एंजियोग्राफी फिर करेंगे. 6 മന്ത് കഴിഞ്ഞിട്ട് again ആൻജിയോ ചെയ്തു. और 6 महीने के बाद फिर जाके मैंने चेकअप किया. അദ്ദേഹം എന്നോട് ചോദിച്ചു तब what पूछा happened bishop ji? क्या बिशप जी आपको क्या हो गया. എന്ത് മരുന്നാ കഴിച്ചത്? आपने कौन सी दवाई खाया. ബ്ലോക്ക് ഒന്നും ഇല്ലല്ലോ. ब्लॉक तो एक भी नहीं है. നമ്മുടെ ദൈവം ബ്ലോക്ക് മാറ്റുന്ന ദൈവം. हमारा परमेश्वर ब्लॉक को दूर करने वाला है. ആമേൻ. आमीन. ഞാൻ മരിച്ച് മണ്ണോട് മണ്ണായി പോകേണ്ടവനായിരുന്നു. मैं मरकर मिट्टी में मिल सकता था उस समय. ആമേൻ. ദൈവമാണ് ഇന്ന് പകലിൽ എന്നെ ഇവിടെ കൊണ്ടുവന്നത്. परमेश्वर मुझे यहाँ पर आपके सामने खड़ा कर ഞാൻ दिया. വരാൻ ആഗ്രഹിച്ചതല്ല. मैं यहाँ पर आने के लिए इच्छा नहीं किया था. എന്നെ ഇവിടെ ക്ഷണിച്ചതല്ല. और मुझे किसी ने यहाँ बुलाया नहीं. പാസ്റ്റർ എന്നെ ക്ഷണിച്ചിട്ടില്ല. और पास्टर ने मुझे नहीं बोला. ചർച്ച എന്നെ ക്ഷണിച്ചിട്ടില്ല. और किसी ने मुझे नहीं बुलाया. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവം എന്നെ അയച്ചിരിക്കുന്നു. ആമേൻ. और मैं विश्वास करता हूँ परमेश्वर ने मुझे यहाँ पर बुला कर लेकर आया. ഹല്ലേലൂയ. ഹല്ലേലൂയ. हालेलुया. എന്തിനാണ് ദൈവം അയച്ചത്? ये क्यों परमेश्वर ने मुझे यहाँ भेजा. ദൈവം നിങ്ങളോട് പറയുകയാണ് परमेश्वर आपसे कहता है നിങ്ങൾ കോമൺ ഗ്ലോറിയിൽ ഇരുന്നത് മതി. तुम साधारण महिमा में जीना खत्म हो जाए. ഒരു സ്പെഷ്യൽ ഗ്ലോറി ഉണ്ട്. आप एक खास अभिषेक में आप आ जाए. നിങ്ങൾ ആ സ്പെഷ്യൽ ഗ്ലോറിയുടെ ഉള്ളിലേക്ക് കമോൺ വരിക. उस खास महिमा में आप प्रवेश हो जाइए. जोर से बोले हालेलुया. बोले हालेलुया. നീ നോർമൽ വിശ്വാസിയായി ഇരുന്നത് മതി. आज नॉर्मल विश्वासी बनकर जीना बंद कर दो. നോർമൽ ദൈവവേലക്കാരനായി ഇരുന്നത് മതി. नॉर्मल सेवक बनकर जीना बंद നീ कर दो. നോർമലായി പാട്ടുപാടി നടന്നത് മതി. और नॉर्मल गीत गा के चलना ये बंद कर दो. നെക്സ്റ്റ് ലെവലിലേക്ക് കയറി വരിക. एक ऊंचाई के लेवल पर परमेश्वर हालेलुया. लेकर जा रहे हैं. നെക്സ്റ്റ് ലെവലിലേക്ക് കയറി വരിക. आत्मिक जीवन के ऊंचे लेवल पर परमेश्वर ഗ്ലോറിയുടെ അടുത്ത പടിയിലേക്ക് കയറി വരിക. परमेश्वर की महिमा के बीच में ഇത് आप ദൈവത്തിന്റെ ദാസനോടുള്ള ദൂതാണ്. और ये परमेश्वर दास के लिए संदेश ആമേൻ. है. ഈ വർഷത്തിൽ അടുത്ത ഗ്ലോറിയുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് നിന്നെ ഞാൻ കയറ്റി കൊണ്ടുപോകാൻ പോകുകയാണ്. परमेश्वर के दास के लिए संदेश है. Yes, परमेश्वर की hallelujah. महिमा इसके ഇത് ഞാൻ പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുകയാണ്. पवित्र ഓ, आत्मा ഹല്ലേലൂയ. കരങ്ങളെ അടിപ്പാൻ കർത്താവിന്റെ ആത്മാവ് പ്രേരിപ്പിച്ചാൽ കരങ്ങളെ അടിക്കാം. यदि आपको परमेश्वर करता है तालियां बजाकर भी परमेश्वर അന്യഭാഷ പറയുവാൻ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചാൽ അന്യഭാഷ പറയാം. अन्य भाषा बोलने के लिए प्रेरित करता है तो अन्य भाषा बोल सकते हैं. കാരണം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നടുവിൽ വ്യാപരിച്ചു തുടങ്ങുന്നു. ഹല്ലേലൂയ. पवित्र आत्मा यहाँ पर काम करना शुरू कर दिया. പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു തുടങ്ങുന്നു. पवित्र आत्मा ने काम करना शुरू कर പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു തുടങ്ങുന്നു. दिया. आत्मा ने काम करना शुरू അല്ലയോ സഹോദര സഹോദരി, मेरे भाई और बहन you are not a normal person. Amen. साधारण
नहीं You are not a normal person. साधारण व्यक्ति आपसे You are something special. खास व्यक्ति है നീ വിശേഷമായ വ്യക്തിയാണ്. खास व्यक्ति है आप Hallelujah. Hallelujah. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. बुलाने वाला അവൻ വിശേഷതയുള്ളവനാണ്. वो खास आपको आशीष करेगा Amen. आमीन Amen. आमीन Amen. Amen. നീ സാധാരണമായി പാടിപ്പോകേണ്ടവനല്ല. साधारण गीत गाकर खत्म करने वाला जीवन नहीं നീ സാധാരണമായി പ്രാർത്ഥിച്ച് പോകേണ്ടവനല്ല. साधारण प्रार्थना करते करते खत्म होने वाला नहीं 10-15 വർഷം വിശ്വാസിയായി ഇരുന്ന് പോകേണ്ടവനല്ല. 15 साल विश्वासी बनकर रहना काफी नहीं നീ है ഗ്ലോറിയുടെ ഉള്ളിലേക്ക് വരിക. महिमा के अंदर आ जाओ Come on, come on. आइए ഈ ഗ്ലോറിയുടെ ഉള്ളിലേക്ക് വരിക. परमेश्वर के महिमा के अंदर प्रवेश ഈ करें സ്പെഷ്യൽ ഗ്ലോറിയെ പ്രാപിക്കുക. और जो खास अभिषेक को प्राप्त करें Carry the special glory. और खास पवित्र आत्मा के सामर्थ्य में प्रवेश हो जाए ഈ സ്പെഷ്യലായ അഭിഷേകത്തെ നീ ചുമക്കാൻ തുടങ്ങ്. आज से लेकर खास अभिषेक को लेकर आप चलने वाले होंगे ഈ സ്പെഷ്യലായ അഭിഷേകം നിന്റെ മേൽ വന്നാൽ, और खास अभिषेक तुम्हारी ऊपर उतरेगा ഈ തേജസ്സിനകത്ത് നീ വന്നാൽ, ये महिमा में तुम प्रवेश करेगा you will become a supernatural person. एक असाधारण सामर्थ्यशाली व्यक्ति आप बन जाओगे बोले जोर से बोले हालेलुया, बोले हालेलुया. natural ഒരു സാധാരണ വ്യക്തി സൂപ്പർ നാച്ചുറൽ വ്യക്തിയായി മാറ്റപ്പെടും. साधारण व्यक्ति परमेश्वर के महिमा में प्रवेश होकर एक असाधारण व्यक्ति बन जाएगा हालेलुया. आमीन। ರುದಬಲ ಶಕನ ಮೂನುಗಲೋಹ ರುದನೆ ಮನ ಹಂದಲೆ. ദൈവം എല്ലാരെയും കയറി വരാൻ പറഞ്ഞില്ല. परमेश्वर ने नहीं कहा सब कोई पहाड़ के ऊपर आ जाए ആ വളരെ ശ്രദ്ധിക്കണമേ നിങ്ങൾ. आप ध्यान से सुनिए മലയുടെ ഉച്ചിയിൽ സ്പെഷ്യൽ ഗ്ലോറി ഉണ്ട്. पर पहाड़ के ऊपर खास अभिषेक है മലയുടെ താഴ്വരയിൽ താഴെ 6 ലക്ഷം ജനമുണ്ട്. नीचे पहाड़ के नीचे के जगह पर 6 लाख लोग खड़े हैं ഔട്ട് ഓഫ് ദിസ് 6 lakhs people, जो 6 लाख लोगों के बीच में God selected only 74%. उनमें से केवल 74 लोगों को परमेश्वर ने चुना ഇന്ത്യക്കകത്തുള്ള 144 കോടിയിൽ और 144 करोड़ लोग हिंदुस्तान में हैं കേവലം നിന്നെ ദൈവം उनमें തിരഞ്ഞെടുക്കുകയാണ്. से केवल आपको परमेश्वर ने चुना है Hallelujah. For what purpose? और उस उद्देश्य को आप जानिए ഈ തലമുറയിൽ, आज के पीढ़ी में in this generation, आज के पीढ़ी में ഭാരതദേശത്തെ ഒന്ന് ചലിപ്പിക്കാൻ भारत के इतिहास को हिलाने के लिए ഒരു വലിയ റിവൈവൽ ഉണ്ടാകാൻ പോവുകയാണ്. बड़ी बेदारी आने जा रहे हैं Hallelujah. आमीन। ആ റിവൈവൽ ദിവസത്തിൽ वो बेदारी के दिन ദൈവം നിന്നെ ഉപയോഗിക്കുവാൻ परमेश्वर ആഗ്രഹിക്കുകയാണ്. तुझे इस्तेमाल करना चाहते हैं ആമേൻ. 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 आमीन। നീ ആമേൻ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. आप ആമേൻ. आमीन बोलेगा तो आपके लिए ऐसे ही होगा ഞാൻ വിശ്വാസിയായി നിങ്ങളെ പോലെ ഇരുന്ന കാലത്തിൽ और एक ऐसा समय था साधारण विश्वासी बनकर मैं नीचे बैठता था എന്റെ പാസ്റ്ററിന്റെ പേര് പാസ്റ്റർ പി.ഡി. ജോൺസൺ. मेरे पास्टर का नाम है पास्टर पीडी जॉनसन ലോക പ്രസിദ്ധനായ രോഗശാന്തി വരപ്രാപ്തൻ. और सारे दुनिया में बहुत ज्यादा चंगाई का वरदान उनके पास था ശക്തമായി ശുശ്രൂഷിക്കുന്ന ദൈവദാസൻ. बहुत अच्छा प्रचार करता है അദ്ദേഹം ഇതുപോലെ എഴുന്നേറ്റ് നിന്ന് പറയും, ദൈവം നിന്നെ ശക്തമായി ഉപയോഗിക്കും. जब वो कहता है परमेश्वर तुझे इस्तेमाल करेगा എല്ലാവരും മൗനമായിരുന്നാലും ഞാൻ എഴുന്നേറ്റ് നിന്ന് പറയും ആമേൻ. कोई कुछ लोग वहां पर खामोशी से बैठेगा पर मैं खड़े होकर बोलेगा आमीन എല്ലാവരും എന്നെ നോക്കും, എന്തിനായത്? तो लोग विश्वासी देखेगा भाई तू खड़े होकर क्यों बोला ഞാൻ പറയും അത് എനിക്ക് വേണം. मैं कहता मुझे चाहिए महिमा ഐ നീഡ്, എനിക്ക് വേണം. मुझे चाहिए महिमा ഹല്ലേലൂയ. കാലം കഴിഞ്ഞപ്പോൾ ദൈവം എന്നെ ഉപയോഗിക്കുവാൻ कुछ തുടങ്ങി. साल के बाद परमेश्वर ने मुझे खड़ा कर दिया सेवा में Yes. ഈ സ്പെഷ്യലായ ഗ്ലോറി നിനക്ക് വേണം എന്ന് നീ ആഗ്രഹിക്കുന്നു എങ്കിൽ यदि आप चाहते हैं मेरे ऊपर परमेश्वर की खास महिमा उतर जाए ഇന്ന് പകൽക്കാലം നിന്നെ ദൈവം അടുത്ത സ്റ്റെപ്പിലേക്ക് കയറി വരിക എന്ന് तो പറയുകയാണ്. निश्चित रूप में आप इस आवाज को सुनेगा ये कहते हुए आओ ऊपर के तरफ आ जाओ मैं तुम्हें भर दूंगा Praise the Lord. हालेलुया दोस्तों बोलिए 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 बोलिए. हालेलुया I will explain. Yes, Pastor, I will explain. हालेलुया This area, ये जो एरिया है
this area, the common glory area, यहाँ पर जो साधारण महिमा है, there, वहाँ the glory of God is come down and dwell there. और परमेश्वर की महिमा वहाँ पर उतरता है। ദൈവമായ കർത്താവ് പറയുകയാണ്, परमेश्वर कहता है, I will select you. मैं तुम्हें I will select you. मैं तुम्हें चुन You कर are Moses. और तू खास You are है Abihu. और तू अभी हूँ मैं। Come on, come on, come on, come on. हाँ, तुम लोग आ जाओ मेरी तरफ आ जाओ। അങ്ങോട്ട് വന്ന് കയറ്. और कुछ लोग चुन कर वहाँ ले जाते हैं। Hallelujah. हालेलुया। കയറ്. और तैयार है क्या? Praise the क्या Lord. तैयार है क्या? Praise the Lord. Praise the Lord। അടുത്ത സ്റ്റെപ്പ് നീ വെക്കണം. ആമേൻ. और उसका अगला कदम आपको खुद रखना पड़ेगा। അപ്പോൾ ഞാൻ പറയുക ഞാൻ വെക്കത്തില്ല. तब मैं कहता मैं नहीं എനിക്ക് रखूंगा। അപ്പം മതി. അപ്പം. मुझे तो रोटी चाहिए था। റൊട്ടി മതി. रोटी चाहिए था। ഇറച്ചി മതി. मुझे तो मीट चाहिए था। വെള്ളം കിട്ടിയാൽ മതി. मुझे पानी चाहिए था। എല്ലാവരെ പോലെ ഞാൻ എന്തില്ല. बस मैं सारे दुनिया के समान में जीऊंगा। അങ്ങോട്ട് ഞാൻ नहीं വരത്തില്ല. नहीं नहीं वहाँ नहीं जाऊंगा। നീ വരത്തില്ലെങ്കിൽ, यदि तू वहाँ नहीं जाएगा, നീ കയറിയില്ലെങ്കിൽ, तू उधर ऊपर नहीं चढ़ेगा, നീ കോമൺ ഗ്ലോറിയിൽ ഇരിക്കും. तो साधारण महिमा में रहेगा। ആമേൻ. आमीन। ഇപ്പൊ ഞാൻ പറയുകയാണ്, मैं कहूँगा ഞാൻ കയറാൻ പോവുകയാണ്. मैं चढ़ने जा रहा हूँ। ഒരു സ്റ്റെപ്പ് വെച്ചു, मैं एक कदम रख दिया, അടുത്ത സ്റ്റെപ്പ് വെച്ചു, दूसरा कदम रख दिया, നെക്സ്റ്റ് സ്റ്റെപ്പ് വെച്ചു. तीसरा कदम रख दिया। ഇപ്പോൾ ഞാൻ സ്പെഷ്യലായ വ്യക്തിയാണ്. अब मैं खास व्यक्ति हूँ। ആമേൻ. आमीन। കയറുന്നതിന് മുമ്പ് ദൈവം പറയുക, जब ऊपर जाने के पहले परमेश्वर कहता है, ഈ മലയിൽ കയറുന്നതിന് മുമ്പ് इस पहाड़ में चढ़ने से पहले ഈ മലയെ ചുറ്റും ഒരു വര വരയ്ക്കുക. इस पहाड़ के चारों तरफ एक लाइन लगा देना। Right? ഒരു ലൈൻ, एक लाइन लगा देना पहाड़ के चारों तरफ। ഒരു ലൈൻ. एक लाइन लगा देना। ഈ ലൈനിന്റെ അകത്ത് നീ വന്നു കഴിഞ്ഞാൽ यदि वो लाइन के अंदर तुम आ गया, യു ആർ സേഫ്. तुम सुरक्षित है। आमीन। आमीन। ഹല്ലേലൂയ. हालेलुया। കാര്യമെന്ത്? कारण क्या है? സാധാരണ ജനം ഈ ലൈനിന്റെ അപ്പുറത്ത് വരരുത്. और साधारण लोग इस लाइन के अंदर आना नहीं चाहिए, അങ്ങനെ വന്നാൽ അവൻ ചാവും. क्योंकि ऐसा कोई आता है तो मर जाता है। നിന്നെ ചുറ്റിലും ദൈവം ഒരു വര വരച്ചു വെച്ചിട്ടുണ്ട്. परंतु आप मर ना जाए इसलिए आपका चारों तरफ एक लाइन परमेश्वर लगा के रखा हुआ है। നവജീവൻ സംഘടി ചർച്ച ചുറ്റിലും ഒരു വര വരച്ചു വെച്ചിട്ടുണ്ട്. नवजीवन संगति के चारों तरफ परमेश्वर लाइन लगा दिया है। ആമേൻ. आमीन। നിന്റെ വീട്ടെ ചുറ്റിലും ദൈവം ഒരു വര വരച്ചു വെച്ചിട്ടുണ്ട്. तुम्हारे घर के चारों तरफ परमेश्वर ने लाइन लगा दिया है। ഒരു ദുഷ്ടശക്തിയും ഇതിനകത്ത് വരത്തില്ല. दुष्ट शक्ति तुम्हारे घर के अंदर प्रवेश नहीं हो सकता। ആമേൻ. आमीन। ഒരു മന്ത്രവാദം വരത്തില്ല. कोई जादू तंत्र तुम्हारे घर के अंदर प्रवेश नहीं ഒരു करेगा। സാത്താന്യ ശക്തിയും അകത്ത് വരത്തില്ല. कोई शैतान की शक्ति तुम्हारे घर के अंदर प्रवेश नहीं होगा। നീ കോമൺ ഗ്ലോറിയിൽ ഇരിക്കാതെ यदि साधारण महिमा में आप बैठते हैं, സ്പെഷ്യൽ ഗ്ലോറിയിലേക്ക് थोड़ा सा महिमा के लिए आप कोशिश ക്ലൈംബ് करो। അപ്പ്, प्रभु के तरफ ക്ലൈംബ് അപ്പ്. आप चढ़ते जाओ। ഒരു ദിവസം കൊണ്ട് കയറാൻ പറ്റത്തില്ല. एक दिन में आप चढ़ नहीं सकते हैं। എവറസ്റ്റ് പോലെ വലിയ പർവ്വതം एवरेस्ट पहाड़ के समान पहाड़ है, ഒരു ദിവസം കൊണ്ട് കയറാൻ പറ്റത്തില്ല. एक दिन में आप ऊपर नहीं चढ़ सकते हैं। യെസ്, हाँ जी। സ്പിരിച്വൽ ലൈഫ് आत्मिक जीवन ഒരു ദിവസം കൊണ്ട് മാറത്തില്ല. एक दिन में बनता नहीं है। സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് एक एक स्टेप रख के आपको चढ़ना യു पड़ेगा। ക്ലൈംബ് അപ്പ്. आप ऊपर आ जाओ। ആമേൻ. आमीन। ക്ലൈംബ് അപ്പ്. ऊपर आ जाओ। ഹല്ലേലൂയ. हालेलुया। ऊपर जाओ. ऊपर आ ആമേൻ. जाओ। आमीन। परशंदर. हालेलुया। आमेन. आमीन। जैसे बोले हालेलुया बोले. जैसे बोलिए हालेलुया। हालेलुया बोले. हालेलुया हालेलुया. बोलिए। हालेलुया बोले. हालेलुया बोले. हालेलुया। ऊपर 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 आ जाओ। ऊपर आ जाओ. ऊपर आ जाओ। हालेलुया. हालेलुया। നമുക്ക് നടക്കുന്ന എന്തെന്നറിയാമോ? हमारे बीच में क्या होता है? हमारे बीच में क्या होता है? ഒരു ദിവസം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ऊपर जाओ. एक दिन में प्रार्थना करके ऊपर जाता है, അടുത്ത ദിവസം പ്രാർത്ഥിക്കത്തില്ല. अगले दिन प्रार्थना करते नहीं। അവർ prayer come down. हमारा जीवन नीचे की तरफ जाता है। അവർ prayer हमारे come. प्रार्थना जीवन नीचे जाता है। ഒരു ദിവസം ബൈബിൾ വായിക്കും, एक दिन बाइबल पढ़ता है, 7 ദിവസം വായിക്കത്തില്ല. 7 दिन बाइबल नहीं पढ़ते हैं, again we come down. फिर हम नीचे चले जाते हैं। ഒരു ദിവസം ആരാധിക്കും, एक दिन आराधना करता है, പിന്നെ ആരാധിക്കത്തില്ല. उसके बाद आराधना खत्म हो We गया, come down. हम फिर नीचे चले जाते हैं। Always our life become come तो down. हमेशा नीचे 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 आप जा रहे हैं। അതുകൊണ്ടാണ് നിന്റെ സാമ്പത്തികം come down. इसलिए तुम्हारी आर्थिक स्थिति कमजोर है। അതുകൊണ്ട്
അതുകൊണ്ടാണ് നിന്റെ അനുഗ്രഹം come down. इसलिए तुम्हारे आशीष नीचे हो गया है। അതുകൊണ്ടാണ് നീ ഉയർച്ചയിൽ നിന്ന് താഴ്ച പ്രാപിക്കുന്നത്. वो तुम्हें ऊंचाई नहीं, तुम नीचाई में जा रहे हैं। നമ്മുടെ ദൈവം നമ്മെ വാലാക്കാതെ തലയാക്കുന്നവൻ. हमारा परमेश्वर पूछ नहीं सिर बनाने वाला है। നമ്മുടെ ദൈവം നമ്മെ കീഴാക്കാതെ മേലാക്കുന്നവൻ. हमारा परमेश्वर नीचे नहीं ऊंचा करने वाला है। ആമേൻ. आमीन ആമേൻ. आमीन ഹല്ലേലൂയ. हालेलुया ഹല്ലേലൂയ. हालेलुया। താഴോട്ട് ഇറങ്ങരുത്. नीचे मत उतरो, താഴ്വരയിൽ ഇറങ്ങരുത്. नीचाई में मत जाइए, ഉയരത്തിലേക്ക് കയറുക. ऊंचाई की तरफ बढ़ते जाओ, Climb up, climb up. ऊपर चढ़ते जाओ। This is the message to this church. इस कलीसिया के लिए ये संदेश है, This is the message to the believer. ये विश्वासी के लिए संदेश है, This is the message to the pastor. ये मैसेज सब पास्टर के लिए है। Everyone climb up unto the glory of हर God. व्यक्ति प्रभु की महिमा की तरफ बढ़ जाओ। जोर से बोलिए हालेलुया बोलिए हालेलुया बोलिए. हालेलुया। എല്ലാവരും പ്രാർത്ഥന അന്യഭാഷയിൽ തൃപ്തിപ്പെട്ട് ഇവിടെ ഇരിക്കുകയാണ്. आज सब लोग गाना बजाना अन्य भाषा उतने में सीमित रहना चाहते हैं, എന്നെ കർത്താവ് പറയുകയാണ്, और परमेश्वर कहता है അത് കോമൺ ये ഗ്ലോറിയാണ്. तो साधारण महिमा है, നീ സാധാരണമായവല്ല. तो साधारण व्यक्ति नहीं है। ഹല്ലേലൂയ. നീ അസാധാരണമായ കാര്യം ചെയ്യാൻ പോവുകയാണ്. असाधारण काम तुम करने जा रहे So हो, you climb up into the special इसके glory. लिए जहाँ पर खास महिमा है वहाँ परमेश्वर जाओ। Today, the Spirit of God says, आज परमेश्वर की आत्मा कहते हैं you climb up into the glory of God. परमेश्वर के महिमा के तरफ चढ़ जाओ। Praise the Lord. आमीन Hallelujah. आमीन। നമ്മുടെ ജീവിതം കോമൺ ജീവിതമല്ല. हमारा जीवन साधारण जीवन नहीं है। Am I right? Am I right? आमीन। നിന്റെ ജീവിതം സാധാരണ ജീവിതമല്ല. आपका जीवन साधारण जीवन नहीं നിന്റെ है। ജീവൻ എടുക്കാൻ പല പ്രാവശ്യം ശത്രു ശ്രമിച്ചതാണ്. शैतान ने कोशिश किया तुम्हारे जीवन എന്തുകൊണ്ട് में, ദൈവം നിന്നെ സംരക്ഷിച്ചു? परमेश्वर ने तुझे क्यों बचाया है, എത്ര പ്രാവശ്യം പ്രയാസപ്പെട്ടു? और कितने बार എത്ര പ്രാവശ്യം ആഗ്രഹിച്ച് എല്ലാം തകർന്നു പോയി? और कितने बार सोचा എന്നാൽ जीवन में ദൈവം कुछ नहीं നിന്നെ होगा। പിടിച്ച് നിർത്തിയത്. You are not a common person. परमेश्वर ने तुझे बचा के रखा क्योंकि तू साधारण नहीं असाधारण व्यक्ति है। Amen. आमीन। ഈ സഭ സാധാരണ സഭയല്ല. ये कलीसिया साधारण नहीं है, നവജീവൻ സംഗതി is not a normal സംഗതി. ये संगति साधारण नहीं है। आमीन Hallelujah. हालेलुया Hallelujah. हालेलुया। It is not a common church. ये एक साधारण कलीसिया नहीं It है, is not a common ये ministry. एक साधारण सेवा नहीं है। God says, climb up, oh church, you climb up unto the glory of Almighty God. परमेश्वर कहता है महिमा के तरफ चढ़ जाओ। जोर से हालेलुया बोलिए. जोर से हालेलुया बोलिए. हालेलुया. जोर से हालेलुया बोलिए. हालेलुया बोलिए. Something is happened. Hallelujah बोलिए. Hallelujah हो बोलिए. रहा है, The glory of God come upon you right now. महिमा आपकी The glory of God come upon you right now. महिमा आपकी The anointing is come upon you right now. The special anointing is come upon you right now. Hallelujah. Receive it. Receive it. Hallelujah. स्वीकार करें। My dear sisters, my dear youth brothers, मेरे you receive it. मेरा जीवन जवाब You receive it. आप रिसीव Come on, करें। come on, come on, come on. My dear pastor, you receive आप it. इसका स्वीकार Something करें। supernatural. Something supernatural. Something supernatural. Supernatural anointing. Supernatural power. Rubalabala, shakalabala. Come on, come on, हालेलुया। come on, कलीसिया come on, worship our God. आराधना करें, कलीसिया आराधना Come on, करें। pray. हालेलुया। सब लोग प्रार्थना करेंगे, प्रार्थना करें। Ladibala, हालेलुया हालेलुया Hallelujah. Jesus name, Jesus name, Praise the Lord. Jesus name, Jesus name, Jesus name. खास महिमा, खास महिमा। ओ हालेलुया എത്ര हालेलुया। പേർ ഈ തേജസ് അനുഭവിക്കുന്നുണ്ട്? कितने लोग इस महिमा का अनुभव അവർ कर रहे हैं? അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കാം. अन्य भाषा में बात करना शुरू कर दो। Open your mouth. आपके मुख Open खोले, your mouth. आपके मुख Hallelujah. खोले। Open your mouth. आपके Come मुख on, खोले। come on. Come on, my dear brothers. Oh, pastors, come on, come on. Pastors, अपने Oh, मुख खोले। come on now, बोलिए. Oh, come on, other times, other बोलिए, times. अन्य भाषा बोलिए। Spirit, अन्य भाषा बोलिए. Hey, अन्य भाषा बोलिए. Rikabana, dara, 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 dara. Hapara, para, come on, come on. Fill this church with the sound of other tongues. Rikabara, yes. Oh, Holy Spirit, you know your holy power.
Jesus name, hallelujah. Come on, everybody. आत्मा में Come on, everybody. Oh, ripalaba, chabalaba, rikale. Come on, clap. Clap your hands. Hallelujah. Clap your hands. धन्यवाद करें. Clap your hands. Rukaba. आत्मा में होकर प्रभु की स्तुति करें. सब लोग कोई चुपचाप ना रहना. कुछ आपको मिल रहा है ले लो. अच्छा बड़ा come on Pastor G, come on speak in tongues. अन्य भाषा में Speak in tongues. बोलो. अच्छा ला रखा दिखे मेरी, अच्छा रखा दिखे मेरी, अच्छा ला बाला. My dear youth brothers, ओ मेरे जवान भाई, amen. Clap your hands and speak अपने in tongues. ताली बजाकर जवान प्रभु की महिमा My करें. dear choir team, ओ मेरे जवान my भाई, dear choir team, ओ मेरे जवान भाई, clap your hands up. अपने हाथ ताली बजाकर प्रभु का धन्यवाद करें. I feel the glory of God मैं प्रभु की moving महिमा upon को you. देख रहा हूँ यहाँ पर. The glory of God come upon you right यहाँ now. पे परमेश्वर की महिमा आपके ऊपर उतर The रहा है. fire, सामर्थ, the fire, आग, the fire. परमेश्वर का आग, Yes, the fire. आग, Yes, the fire. आग, Fire of God. परमेश्वर की आग, Rada, 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 rada. The fire. ओ परमेश्वर का आग, The fire. आग परमेश्वर का. आकाश खोलकर इस चर्च को आशीष कर दे. ഒരു വലിയ അഭിഷേകത്തിന്റെ ശക്തി एक बड़ी अभिषेक का सामर्थ ഇറക്കിയാട്ടെ ആമേൻ ഇറക്കിയാട്ടെ एक बड़ी अभिषेक का सामर्थ उतार दे. ഇറക്കിയാട്ടെ बड़ी अभिषेक का सामर्थ उतार दे. ശമ്പരെ റിക്കബര ശബ്ദരെ ഇറക്കിയാട്ടെ ആമേൻ 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 ഇറക്കിയാട്ടെ ये सुनाओ तो अपने सामर्थ उतार दे. ദൈവത്തിന്റെ തേജസ് प्रभु के सामर्थ उतरने पाए. നമ്മുടെ കൈകളെ ഉയർത്തി ശബ്ദമായി ഒരു ഹല്ലേലൂയ പറയാം. अपने हाथ ऊंचा करके बोलिए जोर से हालेलुया. ഇവിടെ ഇരിക്കുന്ന പലരുടെ തല മുതൽ പാദം വരെ यहाँ बैठते हुए कई लोग के सिर से पांव तक ഒരു തീ ഇറങ്ങുന്നത്, आग उतर रहा है. ഒരു ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്നത് जैसे बिजली से करंट मारता है. നിങ്ങളിൽ അനേകർ അനുഭവിക്കുന്നുണ്ട്. आप में से कई लोग ऐसा अनुभव कर रहे हैं. ദൈവം നിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുവരികയാണ്. आपको परमेश्वर अगले कदम लेके जा रहे हैं. ദൈവത്തിന്റെ തേജസ്സും ദൈവത്തിന്റെ സാന്നിധ്യവും ശരീരത്തിൽ അനുഭവിക്കുന്ന ഒരു കൂട്ടം സഭയ്ക്കകത്തുണ്ട്. परमेश्वर की उपस्थिति उस सामर्थ को शरीर में अनुभव करने वाले कुछ लोग यहाँ बैठे हुए हैं. നിന്നെ ദൈവം ഈ തലമുറയിൽ ശക്തമായി ഉപയോഗിക്കാൻ इस പോകുകയാണ്. पीढ़ी में परमेश्वर तुझे बहुत ऐसे इस्तेमाल करेगा. നിന്നെ കൊണ്ട് ദൈവം രോഗികളെ സൗഖ്യമാക്കുവാൻ പോകുകയാണ്. तुम्हारे द्वारा बहुत बीमार चंगे हो जाएंगे. നീ കൈവച്ചാൽ यदि तुम हाथ रखोगे, നീ കൈവച്ചാൽ यदि तुम हाथ रखोगे, പിശാച് അലറി ഓടുവാൻ പോകുകയാണ്. शैतान चिल्लाकर भाग निकलेगा. അങ്ങനെ ഒരു ദൈവകൃപ ऐसा परमेश्वर का अनुग्रह ഇതാ നിന്റെ മേൽ ഇറങ്ങി വരുന്നത് ഞാൻ इधर കാണുകയാണ്. आपके ऊपर उतरने में देख रहा हूँ. A deliverance ministry. एक छुटकारे की सेवा, प्राविक, receive it. उस सेवकाई को स्वीकार Receive करें. it. Amen. सेवकाई को स्वीकार करें. Receive it. उस सेवकाई को स्वीकार करें.
Lord. Yes, Lord. Yes, Lord. Yes, Lord. Hallelujah. 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 Yes. Yes, Lord. Hallelujah. Yes, Lord. നമ്മുടെ കൈകളെ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്ത് ഒരു ഹല്ലേലൂയ പറയാം. अपने हाथों को उठाकर परमेश्वर का धन्यवाद करें. हालेलुया. 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 Praise the Lord. हालेलुया. കോമൺ ഗ്ലോറിയിൽ നിന്നും സ്പെഷ്യൽ ഗ്ലോറി, साधारण महिमा से असाधारण बहुत बड़ी महिमा में परमेश्वर आपको लेके जा रहे हैं. അരയോളമല്ല, praise the Lord, മുട്ടോളമല്ല, അരയോളമല്ല, घुटने तक नहीं, कमर तक नहीं, അടുത്ത സ്റ്റെപ്പിലേക്ക് ദൈവം തന്നെ കൊണ്ടുപോകുക. आगेले कदम पर वो आपको लेके जा रहे हैं. യേശുവിന്റെ നാമത്തിൽ, यीशु के नाम से, യേശുവിന്റെ നാമത്തിൽ यीशु के नाम से ഭാരതം മുഴുവനും ദൈവ തേജസ് ഇറങ്ങുന്നത് എല്ലാവരും കാണത്തക്ക നിലയിൽ, ഹല്ലേലൂയ, കർത്താവിന്റെ ദാസന്മാരെ ദൈവം ഭാരതം മുഴുവനും ദൈവ തേജസ് ചുമക്കുന്നവരായി ദൈവം മാറ്റുകയാണ്. भारत के अंदर सभी के सामने परमेश्वर के दासी दासों को अभिषेक के साथ, महिमा के साथ इस्तेमाल करने जा रहे हैं. ആമേൻ. ആമേൻ. जोर से बोले हालेलुया बोले. हालेलुया बोले हालेलुया. ഇവിടെ ഇരിക്കുന്ന അനേകരുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. यहाँ बैठे हुए कुछ लोग की आंखों से आंसू निकल रहा है. അത് ഒരു അടയാളമാണ്. एक चिन्ह है. ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യത്തിന്റെ അടയാളം. मैं जो बोलने जा रहा हूँ उसका चिन्ह है. Especially for you. अच्छा. Praise the Lord. आमीन. Hallelujah. आमीन. ഒരു ദൂതിന്റെ അടയാളമാണ്. एक संदेश का चिन्ह है. ഒരു പ്രവചനത്തിന്റെ അടയാളമാണ്. एक भविष्यवाणी का चिन्ह है. ഇവിടെ ഇരിക്കുന്ന ഈ ചർച്ചിനകത്തിരിക്കുന്ന പലരുടെ കണ്ണുകൾ അങ്ങനെ നിറഞ്ഞു ഒഴുകാൻ തുടങ്ങും. इस चर्च के अंदर बैठे हुए कुछ लोगों के अंदर आंसू आंसू बह रहा है. Praise the Lord. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചാൽ ध्यान से सुनिए. ഈ കോമൺ ഗ്ലോറിയിൽ നിന്ന് ये साधारण महिमा से ഈ ലൈൻ ക്രോസ് ചെയ്ത് ये जो लाइन क्रॉस करते हैं, അകത്തേക്ക് കയറി जो अंदर जाते हैं മലയിൽ കയറി കയറി വരികയാണ്. और पहाड़ की ओर चढ़ते चढ़ते जा रहे हैं. ഒരു പ്രത്യേക സ്ഥലമെത്തിയപ്പോൾ, एक खास जगह पर पहुंच जाता है മലയുടെ പകുതി എത്തിയപ്പോൾ और जो पहाड़ के आधी जगह पर पहुंच गया, ദൈവം പറഞ്ഞു സ്റ്റോപ്പ് ഇറ്റ്. परमेश्वर कहा वहीं रुक जाओ, നിങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്ക്. वहीं रुक जाओ, आगे ना आना. മോശ ഉൾപ്പെടെ മൊത്തം 74 പേർ और मूसा के साथ जो 74 लोग हैं उनसे कहा, എല്ലാവരും അവിടെ നിൽക്ക്. सब वहीं रुक जाए. വേദപുസ്തകം പറയുന്നു, वचन में लिखा है, പുറപ്പാട് പുസ്തകം 24 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. निर्गमन 24 में लिखा हुआ है, 10ാമത്തെ വാക്യത്തിൽ 10 वचन में लिखा है, ഈ 74 മൂപ്പന്മാർ 74 പേർ എല്ലാവരും ये 76 पूर्णिया जो है സ്വർഗസ്ഥനായ ദൈവത്തെ നേരിട്ട് കണ്ടു. वहां लिखा है ये स्वर्ग का परमेश्वर को उन्होंने देखा है. ഹലോ, आमीन. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം, मैं एक सवाल पूछता हूँ, പക്ഷെ കള്ളം പറയരുത്. झूठ ना बोलना. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ദൈവത്തെ ഈ നഗ്ന കണ്ണുകൾ കൊണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ടോ? क्या आप में से किसी ने परमेश्वर को इस नग्न आंखों से देखा है? നമ്മൾ ആരും കണ്ടിട്ടില്ല. हम में से किसी ने नहीं देखा, കാരണം നമ്മുടെ ദൈവം അവൻ കാണാൻ കഴിയാത്ത ദൈവം. क्योंकि आप उसको देखने में बर्दाश्त नहीं कर सकते हैं. അവനെ കണ്ടിട്ടും ഒരു വ്യക്തി പോലും ജീവനോടെ ഇരുന്നിട്ടില്ല. जो कोई उनको देखता है वो राख हो जाता है. അത്ര ഭയങ്കരനായ ദൈവം. ऐसा भयंकर परमेश्वर है. Amen. He liveth in unapproachable light. और ऐसे जगह पर हम बैठे हुए हैं, हम वहां तक नहीं पहुंच पाते. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ऐसे रोशनी में रहता है, कोई उस पर नहीं जा सकता है. മനുഷ്യരിൽ ഒരുവരും കണ്ടിട്ടില്ലാത്തവൻ, मनुष्य में से कोई भी परमेश्वर को आमने सामने नहीं देखा है. കാണാൻ കഴിയാത്തവൻ, और जिसको कोई इंसान नहीं देख पाते हैं, രാജാദി രാജാ കർത്താദി കർത്തൻ, वो राजाओं का राजा परमेश्वर का परमेश्वर है. ആരെ കണ്ടിട്ടില്ല? किसी ने भी अपनी आंखों से परमेश्वर को नहीं देखा. ഒരിക്കൽ മോശ ആഗ്രഹിച്ചു, കർത്താവിന്റെ മുഖം ഒന്ന് കാണണം. एक बार मूसा ने जिद किया, मैं आपको देखना चाहता हूं. കർത്താവ് പറഞ്ഞു, എന്നെ ആരും കണ്ടിട്ടില്ല, കണ്ടിട്ട് ജീവനോടെ ഇരുന്നിട്ടില്ല.
കണ്ടിട്ടില്ല. परमेश्वर ने कहा मुझे कोई देखा है तो वो तो राख हो गया है. എന്നാൽ ഇത് ഒരു സ്പെഷ്യൽ ഒക്കേഷൻ ആണ്. पर आज का दिन खास दिन है. ഇതൊരു സ്പെഷ്യൽ ആയ സന്ദർഭം. ये खास दिन है. ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ആണ്. वो स्पेशल मीटिंग है. സ്പെഷ്യൽ ഗ്ലോറി ആണ്. स्पेशल महिमा है. അതുകൊണ്ട് 74 പേർ കർത്താവിനെ കണ്ടു. इसलिए 74 लोग अपनी आंखों से परमेश्वर को देखा लिखा है. ഹല്ലേലൂയ. हालेलुया. സ്പെഷ്യൽ ഗ്ലോറിക്കകത്ത് നീ വരികയാണ്. यदि स्पेशल महिमा के अंदर तुम आ जाएगा, ആരും കാണാത്തത് നീ കാണും. ആമേൻ. जो लोगों ने नहीं देखा आप देखेंगे. നിന്റെ കണ്ണിന്മേൽ അങ്ങനെ ഒരു അഭിഷേകം വരാൻ तुम्हारी പോകുന്നു. आंखों में ऐसा अभिषेक मिलने जा रहे हैं. നിന്റെ കണ്ണിന്മേൽ അങ്ങനെ ഒരു അഭിഷേകം വരാൻ പോകുന്നു. तुम्हारी आंखों में ऐसे अभिषेक मिलने നീ जा रहे हैं. സ്വർഗ്ഗത്തെ കാണാൻ പോകുകയാണ്. तुम स्वर्ग को देखने जा रहे हैं. സ്വർഗീയ ദർശനം കാണാൻ പോകുകയാണ്. स्वर्ग का दर्शन देखने जा रहे हैं. വെളിപ്പാട് കാണാൻ പോകുകയാണ്. प्रकटीकरण आप देखने जा रहे हैं. ദൈവത്തിന്റെ ദൂതന്മാരെ കാണാൻ പോകുകയാണ്. परमेश्वर के दूतों को आप देखने जा रहे हैं. പ്രവചനം കാണാൻ പോകുകയാണ്. भविष्यवाणी को देखने जा रहे हैं. സത്യവിഭാഗം പോകുന്നത് കാണാൻ പോകുകയാണ്. आने वाले दिनों में जो कुछ होगा आप देखने वाले हैं. ആമേൻ. आमीन. അത് കാണത്തക്ക വിധത്തിന്റെ കണ്ണിന്മേൽ അഭിഷേകം ഇറങ്ങട്ടെ. उसी इसके लिए परमेश्वर आपकी आंखों में अभिषेक दे रहा है. आमीन. आमीन. तुमसे बोलिए हालेलुया, बोलिए हालेलुया. हालेलुया. मेरे कണ്ണ് തുറക്കപ്പെടട്ടെ. आपकी हालेलुया. आत्मिक आंखें खुल जाए. കണ്ണ് തുറക്കപ്പെടട്ടെ. आत्मिक आंखें खुल जाए. തേജസ്സ് കാണത്തക്ക നിലയിൽ കണ്ണ് തുറക്കപ്പെടട്ടെ. परमेश्वर की महिमा देखने के लायक में आंख खुल जाए. കർത്താവ് എന്നോട് പറയുകയാണ്, परमेश्वर मुझसे कहता है ഈ സഭയിൽ പലരുടെ കണ്ണ് ഞാൻ തുറക്കാൻ इस പോകുകയാണ്. सच के अंदर बहुत सारे लोग की आंखों को मैं खोल रहा हूँ. हालेलुया. आमीन. तुमसे बोलिए हालेलुया, बोलिए हालेलुया. हालेलुया. हालेलुया, बोलिए हालेलुया. हालेलुया. നിന്റെ കണ്ണ് തുറന്നാൽ നീ ദൈവത്തിന്റെ ദൂതന്മാരെ കാണും. आपकी आंखें यदि खुल जाते हैं आप फरिश्तों को देखेंगे. ദൈവത്തെ കാണും. आप परमेश्वर को देखेंगे. നേരിട്ട് അവരെ കാണും. आप आमने सामने देखोगे. ആമേൻ. आमीन. നീ നേരിട്ട് ദൈവത്തെ കാണും. आप आमने सामने परमेश्वर को देखेंगे. അവിടെ വെച്ച് ദൈവം ഒരു സദ്യ ഒരുക്കി. और वहां पर एक बड़ा खाना दिया ഒരു परमेश्वर. ഫീസ്റ്റ് ഉണ്ടാക്കി. एक बहुत बड़ा खाना दिया. 70 പേരും നല്ല ഒരു ഫീസ്റ്റ് അടിച്ചു. 70 लोगों ने वहां पर बढ़िया खाना खाया. ഇപ്പോൾ ദൈവം പറയുകയാണ്, अब परमेश्वर कहता है 70 പേർ ഇവിടെ ഇരിക്കുക. आज 70 लोग यहाँ बैठ जाओ. മോശെ മാത്രം, केवल मूसा को, only Moses केवल मूसा को അടുത്ത സ്റ്റെപ്പിലേക്ക് കയറി. एक और कदम आगे चढ़ना है. ഇപ്പൊ കോമൺ ഗ്ലോറിയിൽ 6 ലക്ഷം, तो साधारण अनुग्रह में 6 लाख लोग बैठे हुए हैं. സ്പെഷ്യൽ ഗ്ലോറിയിൽ 70 പേർ. खास आशीष के लिए 70 लोग हैं. ഇപ്പൊ കർത്താവ് പറയാണ്, अब परमेश्वर कहता है മോശെ മാത്രം अब केवल मूसा തേർഡ് സ്റ്റെപ്പിലേക്ക് കയറി വരിക. तीसरे कदम में चढ़ना है. You are the Moses. आप मूसा है. If you say amen, you are the आप Moses. आमेन बोलेगा तो आप ही मूसा है. If you say amen, you are the Moses. आप मूसा है. Hey, 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 hey. तुमसे बोलिए हालेलुया, बोलिए हालेलुया. हालेलुया. हालेलुया, बोलिए, 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 बोलिए. हालेलुया. 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 You are special to special person among all the people. साधारण लोगों से बढ़कर तुम खास लोग हो. എല്ലാ മൂപ്പന്മാരെ കാട്ടിലും നീ സ്പെഷ്യൽ ആണ്. 70 लोग खास है, उससे भी ज्यादा खास आप हैं. Yes, hallelujah, you are special. आप खास लोग हैं. The Spirit of God says you are special to me. आप स्पेशल हैं. You are special to me. आप मेरे लिए स्पेशल हैं. നിനക്ക് വിദ്യാഭ്യാസമില്ല, आपके पास पढ़ाई नहीं है, നിനക്ക് പണമില്ല, आपके पास पैसा नहीं है, നിനക്ക് സൗന്ദര്യമില്ല, आपके पास सुंदरता नहीं है, നിനക്ക് ഒന്നുമില്ല. हमारे पास कुछ भी नहीं है. എന്നാൽ കർത്താവ് പറയാണ്, फिर भी परमेश्वर कहता है you are special to me. तुम मेरे लिए खास है. ആമേൻ बोलिए, ആമേൻ आमीन. बोलिए, आमीन. ആമേൻ बोलिए, ആമേൻ. आमीन बोलिए. ഹേ ശൈത്താൻ, हे शैतान, ഹേ അന്ധകാര ശക്തിയെ, हे अंधकार की शक्ति, ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നവർ സ്പെഷ്യൽ ആണ്. ओ यहाँ बैठे हुए लोग सारे स्पेशल हैं. ഇവരെ പെട്ടെന്ന് തൊടാൻ പറ്റത്തില്ല. इन लोगों को तू छू नहीं सकता. ഹല്ലേലൂയ. आमीन. ഇവരെ തകർക്കാൻ പറ്റത്തില്ല. इनको कोई तोड़ नहीं सकता. ഇവരെ ഉടയ്ക്കുവാൻ പറ്റത്തില്ല. इनको कोई खत्म नहीं कर सकता. ഇവരെ കളയുവാൻ പറ്റത്തില്ല. इनको कोई मार नहीं सकता. ഇവരുടെ മുമ്പോട്ടുള്ള ഗമനത്തെ തടയുവാൻ പറ്റത്തില്ല. इनके आगे के प्रगति को कोई रोक नहीं सकता. ചൊല്ല് ഹല്ലേലൂയ പാടിയ. हालेलुया. ചൊല്ല് ഹല്ലേലൂയ പാടിയ. हालेलुया. ഭൂതപര ഹത്തറി ഹത്തുരു
ശമന. आमीन। നമുക്ക് മോശയെ പോലെ ഒന്ന് കയറാം. हाँ, आओ हम मूसा के समान चढ़े। മോശ മാത്രം केवल मूसा चढ़ रहा है, പതുക്കെ കയറി चढ़ रहा है, കയറി कर रहे हैं, അങ്ങനെ കയറി. चढ़ा हुआ है। The close near to glory. परमेश्वर के ऐसे महिमा के नजदीक। കോമൺ ഗ്ലോറിയിൽ ഇരിക്കുന്നവർ ഒത്തിരി ഡിസ്റ്റൻസിലായിരിക്കും. आज जो साधारण लोग हैं दूर बैठे हुए हैं, 70 പേർ സ്വല്പം അടുത്ത്. 70 लोग और करीब पहुंच गया। What the message says to you? आपसे क्या संदेश प्रभु बात कर रहे हैं? You come close near to God. परमेश्वर का निकट आओ, ये वचन आपको दे रहे हैं। If you are come near to God, यदि आप परमेश्वर के निकट आएगा, you are special आप स्पेशल हैं। person in the hand of Almighty God. परमेश्वर के हाथों में आप खास व्यक्ति होगा। दूध करिया, क्या आप सुन रहे हैं? समझ दूध മനസ്സിലായോ? क्या संदेश मिल गया आपको? ദൈവത്തോട് നീ അടുത്ത് വന്നാൽ यदि परमेश्वर के नजदीक नजदीक आएगा, നീ സ്പെഷ്യൽ person ആയി മാറും. ആമേൻ. खास व्यक्ति होगा। आमीन, आमीन। നമുക്കത് मुझे तो कोई स्पेशल नहीं बनना। നമുക്ക് സൺഡേ हम तो संडे ही आएंगे, हम स्पेशल नहीं बनना है। ഒന്ന് ആരാധിക്കാം. बस 2-4 मिनट आराधना करेंगे, धन्यवाद चंदा डाल देंगे, हम प्रार्थना करेंगे। പാസ്റ്റർ ജി വിളിച്ച് വീട്ടിൽ പ്രാർത്ഥിക്കാം. आप पास्टर जी को जरूरत में घर बुला के प्रार्थना करवा നോർമൽ देंगे। വിശ്വാസിയായി മാറ്. नॉर्मल विश्वासी बनकर रहना चाहते हैं क्या? നീ പാളയത്തിൽ ഇരിക്കുക. तो वहाँ पर साधारण मरुभूमि में रहेगा, പ്രാർത്ഥിച്ച് प्रार्थना कर करके उपवास करके बैठे हुए हैं। മലയിൽ കയറുന്നവൻ ദൈവത്തിന്റെ അടുത്ത് വരുന്നവൻ സ്പെഷ്യൽ പേഴ്സണായി മാറും. और यदि आप पहाड़ चढ़ के जाते हैं तो अब खास बनेगा। പോലെ ഹല്ലേലൂയ. കയറി മോശെ കയറി കൊടുമുടിയിൽ എത്തി. मूसा पहाड़ के ऊपर चढ़ जाता है ഇവൻ പർവ്വതത്തിന്റെ കൊടുമുടിയിൽ और എത്തിയപ്പോൾ पहाड़ के चोटी पर पहुंच गया। ഒരു മേഘം അവനെ മൂടി. उसके ऊपर एक बादल उतर के आया। आमीन। മേഘത്തിന്റെ അകത്തിരിക്കുകയാണ്. और बादल के बीच में मूसा पहुंच गया। ഇങ്ങനെ മേഘത്തിൽ മേഘം अब चारों तरफ बादल आ गया ഓ മേഘത്തിന്റെ ഉള്ളിൽ തേജസ്സിന്റെ ഉള്ളിൽ और वही उस बादल के अंदर बैठा हुआ है full covered by glory. और पूरी तरह उस बादल के बीच में है। How many days? कितने दिन? 7 days. 7 days. 7 दिन। 7 दिन। 7 days. 7 दिन बैठा था। He keeps silent. Wait. हाँ। കരോ. वेट करो। നിങ്ങൾ 40 ദിവസം പറഞ്ഞു. आप 40 दिन बोल रहे हो, അതിന് ഞാൻ വരാം. वो तो मैं आ रहा हूँ। വിളിച്ചതാര്? किसने बुलाया? ദൈവം. परमेश्वर। മുകളിൽ വരാൻ പറഞ്ഞു. ऊपर आने के लिए बोला, മലയിൽ കയറി पहाड़ पर चढ़ा ഒറ്റയ്ക്ക്. अकेला। മോശെ സാധാരണ ആളാണോ? मूसा साधारण व्यक्ति नहीं है। 6 ലക്ഷം പുരുഷന്മാർ, 6 लोग आदमियों को, അവരുടെ ഭാര്യമാർ 6 ലക്ഷം. उनके पत्नियां 6 लाख है। അന്ന് 1, 2, 3, 10 ഉള്ള കാലം. हाँ, उन दिनों में एक परिवार में 10-10 बच्चे होते थे। അപ്പോ പിന്നെ ഇപ്പോഴാണ് നമുക്ക് ഒരു മക്കളും 2 മക്കളും. आजकल 2 बच्चे 1 बच्चे होते हैं। അന്ന് 15, 20, 70 ഉള്ള കാലം. और उस वक्त तो 1 नहीं, 2 नहीं, 10 नहीं, 20 भी होता है बच्चे। അപ്പൊ ടോട്ടൽ നോക്കിയാൽ ഒരു 45 lakhs. ये 6 लाख पुरुष है जो 21 साल से ऊपर हैं। Only तो one पत्नियां भी और इतने बच्चे भी मिलाकर 40 लाख से ऊपर है लोग। only one pastor. पादरी एक ही है 40 लोगों का। മോസസ് പാസ്റ്റർ. मूसा पास्टर है। വലിയ സഭയ്ക്ക് ഒരു പാസ്റ്റർ. 45 लाख लोगों के लिए एक ही पास्टर। എന്റെ സഭയിൽ ഒരു 500 പേരുണ്ട്. मेरे कलीसिया में 500 लोग हैं। 8 അസിസ്റ്റന്റ് പാസ്റ്റർ ഉണ്ട്. मेरा 8 असिस्टेंट पास्टर है। എന്നാലും എന്റെ മുടിയെല്ലാം പോയി. फिर भी मैं चिल्ला कर मेरे बाल सारे गिर गए। Always tension. हमेशा विश्वासी की तरफ से टेंशन होता है मुझे। ആ വീട്ടിൽ ഓപ്പറേഷൻ, ഈ വീട്ടിൽ ഓപ്പറേഷൻ, അതവിടെ തന്നെ. उस विश्वासी घर में प्रॉब्लम, इस विश्वासी घर में प्रॉब्लम, सबके घर में प्रॉब्लम है। ഞാൻ ദൈവത്തോട് പല പ്രാവശ്യം പറഞ്ഞു, മതി കർത്താവേ, മതി. प्रभु से मैंने कहा, प्रभु इतना बोझ मैं नहीं उठा सकता। പാസ്റ്റർ വീട്ടില് പാസ്റ്റർ
അമ്മമ്മ രണ്ട് മക്കള്. हाँ ആ. यस हम 4 लोग घर में ഈ 4 പേരെ വെച്ചോണ്ട് നമ്മൾ പെടുന്ന പാട്. और 4 लोगों को लेके हम कितना मुश्किल എന്റെ उठाते വീട്ടിൽ हैं। ഞങ്ങൾ 4 ആണ് കേട്ടോ. पास्टर कहते हैं मेरे भी घर में 4 है। ഒരു വീട്ടിൽ നടത്താൻ നമ്മൾ പെടുന്ന കഷ്ടം. एक परिवार को संभालने के लिए कितना क्लेश होता है। Am I correct? हाँ। ഇപ്പൊ 45 ലക്ഷം ജനത്തെ നടത്താൻ 45 लाख लोगों को एक पास्टर अकेले चला रहे हैं। എത്ര കല്യാണം, कितनी शादियां हो रही होगी, എത്ര അടക്കാരാധന, कितने लोग मरकर को दफना रहे हैं, എത്ര ഉപവാസ പ്രാർത്ഥന. कितने उपवास प्रार्थना चल रहा होगा। പിന്നെ ഇദ്ദേഹം തന്നെയാണ് ജഡ്ജും കൂടെ. और ये जो मूसा जो है वहां का जज भी है। ഓർത്ത മക്കയില് എല്ലാം മോശയാണ്. सारी लड़ाई झगड़ा खत्म करने वाला भी यही है। എല്ലാരും മോശമാണ്. सब लोग मूसा के पास शिकायत लेके आते हैं നമ്മൾ എല്ലാരെക്കാളും മോശ ബിസി മാൻ. और मूसा हम सबसे ज्यादा बिजी है। നമ്മളെല്ലാം വാട്സാപ്പിലാണ് ബിസി, हम लोग व्हाट्सएप में बिजी रहते हैं, നമ്മളെല്ലാം ഫേസ്ബുക്കിലാണ്, हम फेसबुक में बिजी रहते हैं, പിന്നെ റീൽ ഇടുന്നതിൽ ബിസി, रील डालने के लिए बिजी है, റീൽ ഇടുന്നതിൽ ബിസി, रील डालने में बिजी है, ഇൻസ്റ്റാഗ്രാമിൽ ബിസി, इंस्टाग्राम में हम बिजी है। always busy, हमें हमेशा हम व्यस्त है, busy with our phone, हमारे फोन के साथ व्यस्त है। പിന്നെ busy with calling. और फिर बाकी टाइम बुलाने में, फोन बुलाने में, ആരും അറിയാതെ ബെഡ്ഷീറ്റ് മൂടിയിട്ട് അകത്ത് और बेडशीट ऊपर ओढ़ कर अंदर बैठकर आप जो बोलता देखता है उसमें बिजी आप। ചില ടോയ്ലറ്റിനകത്ത് പോകുമ്പോൾ ഇരിക്കുമ്പോൾ ബിസിയാണ്. और कुछ लोग टॉयलेट के अंदर बैठ के बिजी रहते हैं, always busy. हमेशा बिजी रहते हैं। Praise the Lord. No date, कोई टाइम नहीं मिलता, no time. कोई टाइम नहीं है, പ്രാർത്ഥിക്കാൻ സമയമില്ല. प्रार्थना करने का समय नहीं है। ഇല്ല, അതൊന്നുമില്ല. नहीं टाइम नहीं ബൈബിൾ मिलता। വായിക്കാൻ സമയമില്ല. बाइबल पढ़ने का टाइम कहाँ है। Time. हमेशा Always busy. हमेशा व्यस्त रहता है। ഓ മോശെ നമ്മളെല്ലാവരും ബിസിയാണ്. हमारे से ज्यादा बिजी मूसा है। ഈ ബിസിയായ മോശെ പാസ്റ്റർ ദൈവം വിളിച്ചിട്ട് और ये व्यस्त बंदा मूसा को परमेश्वर ने बुलाया അവനെ അവിടെ ഇരുത്തി. और उनको बिठाया। 6 ദിവസം ദൈവം മിണ്ടിയില്ല. 6 दिन परमेश्वर ने मूसा से बात नहीं किया। നിങ്ങളൊന്ന് ആലോചിച്ചു. आप सोच लीजिए, നിങ്ങളെ ഞാൻ എന്റെ വീട്ടിൽ വിളിച്ചു. आपको मैं अपने घर पे बुलाया। सोचिए, ഓ ബിഷപ്പ് വിളിക്കുകയാണെന്ന് പറഞ്ഞ് നിങ്ങൾ എന്റെ വീട്ടിൽ വന്നു. और आपने कहा बिशप साहब बुलाए तो मुझे जाना है, अब आ गया। ഞാൻ വീട്ടിനകത്ത് കയറ്റി, मैं आपको घर के अंदर बिठा दिया, ചെയറിൽ ഇരുത്തി, कुर्सी में बिठा दिया, ഞാൻ അവിടെ നിന്ന് പോയി. मैं उधर से निकल गया। 6 ദിവസം മിണ്ടിയില്ല. 6 दिन मैं आपसे बात नहीं करता। നിങ്ങൾ എന്ത് ചെയ്യും? आप क्या करोगे? आप घड़ी देखेंगे, बार बार देखेंगे। പറഞ്ഞു കടിച്ചു കടിച്ചു നോക്കും. वो गुस्सा आ रहा है मुझे वो। പിന്നെ എഴുന്നേറ്റ് അവിടെ ഇവിടെ ഇങ്ങനെ നടക്കും. फिर चलते फिरते थोड़ा टाइम बर्बाद करेगा। പിന്നെ അസിസ്റ്റന്റ് ഉണ്ടോ എന്ന് നോക്കും. और इधर कोई है, असिस्टेंट पास्टर कोई है क्या? പിന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കും, वेरी गुड बिशप. और फिर बिशप आप कहाँ हैं, मुझे बुलाया, आप कहाँ अभी? അപ്പൊ അത് നോക്കിയില്ല. वो भी नहीं देखा। ടെൻഷൻ ആവില്ലേ? टेंशन तो होता है। മോശെ ടെൻഷൻ ആയി കാണും. 6 दिन मूसा से कोई मिलने नहीं आया, टेंशन हो गया। ദൈവം പറഞ്ഞു നോ ടെൻഷൻ. परमेश्वर कहते हैं कोई टेंशन की जरूरत नहीं है, എ സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയാണ് मैंने तुझे बुलाया है तो खास बात के लिए बुलाया है। സോ കീപ് സൈലന്റ്. शांत रहो, അവിടെ ഇരി. बैठो 6 दिन, അവിടെ ഇരി. बैठो नीचे। നിന്റെ ബിസി വിട്ടിട്ട് വാ. आज इतना बिजी छोड़कर मैं बुलाया है, 6 दिन आराम कर दो। ഇറ്റ് ഈസ് എ മെസ്സേജ് ഫോർ യു. आपके लिए संदेश है। നിന്റെ ബിസി വിട്ടിട്ട് तुम्हारे व्यस्त जीवन को छोड़कर spend some time with the glory of God. परमेश्वर के महिमा के साथ कुछ दिन बैठना सीखो। ഞാൻ ദൈവവേലക്കാരോടാണ് പറയുന്നത്, मैं खुदावंत के सेवकों से कहता हूँ, നിങ്ങളോടാണ് പറയുന്നത്. मैं आपसे कहना चाहता हूँ, Spend time with God. परमेश्वर के साथ समय खर्च करो, Because നമ്മളെല്ലാം ബിസിയാണ്. क्योंकि हम सब व्यस्त हैं। ഇപ്പൊ തന്നെ നിങ്ങളെ വാച്ച് എടുത്ത് കാണിക്കുന്നത് ഞാൻ കണ്ടു. मैंने देखा, अब से जब से 1 बज गया, आप घड़ी देख रहे हैं, मैंने देखा। Praise the Lord. ചിലർ പുറകിൽ നോക്കുന്നതും ഞാൻ കണ്ടു. और पीछे की घड़ी की तरफ कुछ लोग देख रहे हैं भी मैंने देखा। അത് 20 മിനിറ്റ് ഫാസ്റ്റ് ആണ്. वो 20 मिनट आगे हैं എന്റെ വാച്ചിൽ ഇപ്പൊ 12:45 ആയുള്ളൂ. और मेरी घड़ी में 12:45 ही हुआ है। 1 മണിക്ക് നിർത്തും. 1 बजे में खत्म हो कर दूंगा। ആരെങ്കിലും നിങ്ങൾ വാച്ച് എടുത്ത് നോക്കിയാൽ ആ വാച്ച് ഓർത്തില്ല. आप में से कोई भी अपनी घड़ी देखेगा, वो आगे चलने वाली गाड़ी नहीं है। ചുമ്മാ അങ്ങനെ പറഞ്ഞതാണ്. तमाशा बोला है। ഹല്ലേലൂയ. ഹല്ലേലൂയ. बोलिए हालेलुया।
ഹല്ലേലൂയ बोलिए the seventh day 7वां दिन, ഏഴാമത്തെ ദിവസം 7वां दिन, ദൈവം മോശയെ വിളിച്ചു 7वां दिन परमेश्वर ने मूसा को बुलाया. Praise the Lord. Praise the Lord. ഏഴാമത്തെ ദിവസം മോശയെ വിളിച്ചു 7वां दिन परमेश्वर ने मूसा को बुलाया. പിന്നെ ഒരു 40 ദിവസം 40 दिन लगातार. ഇത് ദൈവം ഇത് മോശെ ये परमेश्वर है, ये मूसा है. രണ്ടുപേരും അടുത്താണ് हम साथ बैठ गया. ദൈവം മോശയോട് സംസാരിച്ചു वो परमेश्वर ने मूसा से बात किया. മോശ ദൈവത്തോട് സംസാരിച്ചു मूसा ने परमेश्वर से बात किया. ദൈവം ഇരുന്നല്ലോ മോശ ദൈവം പറഞ്ഞു परमेश्वर ने कहा എഴുത് ഞാൻ പറയുന്നല്ല എഴുത് और मूसा जो कुछ मैं कह रहा हूँ तू लिखो. പറഞ്ഞു എങ്ങനെ എഴുതാൻ मैं कैसे लिखूंगा? കർത്താവ് പറഞ്ഞു ഓക്കെ 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 ലീവ് ഇറ്റ് परमेश्वर का कोई बात नहीं, ഞാൻ തന്നെ എന്റെ വിരൽ കൊണ്ട് എഴുതി मैं अपने उंगलियों से लिखूंगा. 14 days और ये बातें बात करते करते ഒരു लिख रहा है. സ്നേഹിതനെ പോലെ സംസാരിക്കുക एक मित्र के समान परमेश्वर मूसा से बात कर रहे हैं. എന്റെ ബ്യൂട്ടിഫുൾ കളർ ഉണ്ടോ आप मेरे चेहरा का रंग देखा है? ബ്യൂട്ടിഫുൾ ഇല്ലേ क्या सुंदर नहीं है मैं? ഞാൻ പോകുന്ന സ്ഥലത്തെല്ലാം പറയും നല്ല ലൈറ്റ് ഇടാൻ मैं जहाँ पर भी जाता हूँ कहता हूँ अच्छा रोशनी मेरे चेहरे पर दिखाना അല്ലെങ്കിൽ चाहिए, എന്റെ മുഖം കാണത്തില്ല नहीं तो कोई आप मेरा चेहरा देख नहीं पाएंगे. പക്ഷേ ദൈവത്തിന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്ന മുഖമാണ് तो परमेश्वर का चेहरे में सूर्य के समान ज्योति होती है. ആ ജ്യോതി ഇവന്റെ മുഖത്തിൽ वो ज्योति मूसा के चेहरे पर आ गया. അവിടെ നിന്ന് ഇവിടെ ഒട്ടി Praise the Lord. Praise the Lord. സംസാരിക്കുക രണ്ടുപേരും मूसा और परमेश्वर बात कर रहे हैं. 40ാമത്തെ ദിവസം 40वां दिन ഒരു കാര്യം നടന്നു एक बात हुआ. അതാണ് ഈ സഭയോടുള്ള ദൂത് ये कलीसिया के लिए संदेश है. വരാൻ പാസ് വാ നമുക്ക് അവിടെ പോവാം 40ാമത്തെ ദിവസം और 40वां दिन ദിവസം അല്ലേ പോലും ദൈവം മോശയോട് പറഞ്ഞു परमेश्वर ने मूसा से कहा, മോശേ मूसा നിന്നെ common glory to special glory to double special glory मैंने तुझे साधारण महिमा से असाधारण महिमा में उसके बाद और असाधारण खास महिमा में लेकर आया. നിന്നെ മാത്രം ഞാൻ ഇവിടെ കൊണ്ടുവന്നു केवल तुझे अकेले मैं यहाँ पर लेकर आया. അത് 40 ദിവസം എന്റെ അടുത്ത് ഞാൻ നിന്നെ ഇരുത്തി और मैंने 40 तुझे मेरे 40 दिन मेरे साथ बिठाया. Why? क्यों? നിനക്കറിയാമോ क्यों? ബിക്കോസ് क्योंकि എന്റെ കയ്യിൽ ഒരു സാധനമുണ്ട് मेरे हाथ में एक चीज है. അത് ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ എന്റെ കയ്യിൽ ഇരിക്കുകയാണ് दुनिया उत्पन्न होने के पहले से मेरे हाथ में है. ദൈവം പറയുന്നു ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ എന്റെ കയ്യിൽ ഒരു സാധനമുണ്ട് दुनिया की उत्पत्ति के पहले से वो चीज मेरे हाथ में है. അത് ആരുടെ കയ്യിലെങ്കിലും കൊടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് मेरे दिल में इच्छा है किसी के हाथ में देने के लिए. ഹാൻഡ് ഓവർ ചെയ്യണം मैं हैंड ओवर करना चाहता हूँ. ഞാൻ ആദാമിന് കൊടുക്കാൻ ആഗ്രഹിച്ചു मैं आदम के हाथ में देना चाहा, ഹി ഈസ് നോട്ട് ക്വാളിഫൈഡ് पर वो बेकार है, उसमें कोई गुण नहीं था. അവന്റെ മക്കൾക്ക് കൊടുക്കാൻ ആഗ്രഹിച്ചു आदम के बच्चों को देना चाहा, ഓ വീട്ടിന്റെ അകത്ത് വഴക്കിടുന്നവർ എങ്ങനെ കൊടുക്കാൻ पर वो बच्चे आपस में लड़ते हैं, मारते पीटते हैं, उनको कैसे दूं मैं? നോവയുടെ കയ്യിൽ കൊടുക്കാൻ ആഗ്രഹിച്ചു मैं नूह के हाथ में देना चाहा, വെള്ളം അടിച്ച് തുണിയില്ലാതെ കിടക്കുന്നവർ എങ്ങനെ കൊടുക്കും और वो जो ऐसे बीच में शराब पीता था उसको मैं कैसे दूंगा? അബ്രഹാമിന്റെ കയ്യിൽ കൊടുക്കാൻ ആഗ്രഹിച്ചു अब्राहम के हाथ में देना चाहा, തന്റെ മോന് വെള്ളിയും പൊന്നും ഇട്ട് ആഡംബര കല്യാണം നടത്തിയവന് എങ്ങനെ കൊടുക്കാൻ പറ്റും और इतना ज्यादा सोना चांदी के साथ उसके बेटे की शादी मैंने करवा दिया, उनको मैं कैसे दूंगा? ये आज्ञा യാക്കോബിന്റെ കയ്യിൽ കൊടുക്കാൻ मैं ആഗ്രഹിച്ചു याकूब के हाथ में देना चाहा, അവൻ ഭയങ്കര കള്ളനാണ് वो तो झूठ बोलता है. പിന്നെ ആരുടെ കയ്യിൽ കൊടുക്കും फिर मैं किसको दूं ये आज्ञा? ആരുടെ കയ്യിൽ കൊടുക്കാതെ എന്റെ കയ്യിൽ തന്നെ ഉണ്ട് जो मेरे हाथ में है मैं किसको दूं? ഇപ്പൊ അത് നിന്റെ കയ്യിൽ തരാൻ പോയി अब मैं तेरे हाथ में देना चाहता हूँ. അത് എന്താണെന്ന് അറിയാമോ वो क्या है? യോഹന്നാൻ 1-ാം അധ്യായം 1-ാം വാക്യം यूहन्ना 1 अध्याय का 1 वचन. പറഞ്ഞു യെസ് കമോൺ കമോൺ आदि में वचन था और वचन परमेश्वर के साथ था. ആദിയിൽ വചനമുണ്ടായിരുന്നു आदि में वचन था. the word of god परमेश्वर का वचन. in the beginning before the creation of the world the universe
दुनिया की उत्पत्ति के पहले आदि में वचन था, കർത്താവിന്റെ കയ്യിലാണ് അതിരുന്നത്. वो वचन परमेश्वर के हाथ में था. അത് മാത്രം നമുക്ക് പറഞ്ഞാൽ മതി. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. आदि में वचन था, ആ വചനം ദൈവത്തിന്റെ കയ്യിലായിരുന്നു. वो वचन परमेश्वर के हाथ में था. ഹല്ലേലൂയ പോലെ, ഹല്ലേലൂയ പോലെ. हालेलुया. ഈ വചനം, the word of God, वो जो वचन परमेश्वर ആരുടെ കയ്യിലെങ്കിലും കൊടുക്കണം. किसके हाथ में दूं? ആര് യോഗ്യനല്ല. कोई भी इस वचन को लेने के लिए योग्य नहीं है, എന്നാൽ മോശ യോഗ്യത പ്രാപിച്ചു. पर मूसा ने योग्यता को प्राप्त कर दिया. മോശയ്ക്ക് ഇരുന്ന യോഗ്യത എന്ത്? मूसा का योग्यता क्या है? കർത്താവ് തന്നെ സാക്ഷ്യം പറയുകയാണ്. मूसा के बारे में परमेश्वर खुद गवाही दिया. അവൻ എന്റെ വീട്ടിൽ എന്നും വിശ്വസ്തൻ. मूसा के बारे में गवाही दिया परमेश्वर ने, वो मेरे घराने में विश्वास योग्य बंदा है. വിശ്വസ്തൻ. वो मेरे घराने में विश्वास योग्य है. വിശ്വസ്തതയുള്ള ഭാര്യമാർക്കായി സ്തോത്രം. विश्वास योग्य पत्नियों के लिए परमेश्वर का धन्यवाद हो. അല്ലല്ലേ പോലെ? ഇത് അവിടെ അല്ലല്ലേ പറയുന്നത്? അപ്പൊ അവിടെയൊക്കെ ഭാര്യമാരാണ്. ഈ ഭാര്യമാർ यही पत्नियां हैं, पति यहाँ बैठे हुए. faithful wives. विश्वास योग्य पत्नी. Please lift up your hand and give praise to God. और हाथ उठा के पत्नियां हर प्रभु का धन्यवाद करें. Really? सच में നിങ്ങൾ നിങ്ങളുടെ പുരുഷന് ഹസ്ബൻഡിന് 100% ഇത് क्या अपने पति के लिए आप 100% विश्वास योग्य हैं? ഇപ്പൊ ഒത്തിരി പേര് अभी हाथ नीचे हो गया सबका. വിശ്വസ്തരായ പുരുഷന്മാർ ഹസ്ബൻഡ്സ്. यानी विश्वास योग्य पति कहाँ है तो हालेलुया बोलिए. Really? विश्वास योग्य पति है क्या? I will ask with your wives, otherwise your children. मैं पूछूंगा विश्वास योग्य है कि नहीं. മോള് ചിരിക്കുന്നു. അത് ആ ചിരിയിൽ ഭയങ്കര രസമുണ്ട്. Praise the Lord. സത്യം. വിശ്വസ്തരായ മക്കൾ. അപ്പനമ്മ എത്ര കഷ്ടപ്പെട്ടാണോ നമ്മളെ പഠിപ്പിക്കുന്നത്. माँ बाप कितना मेहनत करके बच्चों को पढ़ाते हैं. എനിക്ക് 2 മക്കളുണ്ട്. मेरे पास 2 बच्चे हैं, മോനും മോളും. बेटा और बेटी है. ഇവർ രണ്ടുപേരെ വളർത്താൻ ഞാൻ പെടുന്ന കഷ്ടം. इन दोनों को बढ़ाने के लिए मैंने बहुत मेहनत किया. എനിക്ക് നോ സാലറി, मेरे पास सैलरी नहीं है, നോ ഡിഎ, मुझे डीए नहीं നോ है, टीए, और टीए भी നോ नहीं है, പെൻഷൻ. पेंशन भी नहीं है. ഓൺലി ഫെയ്ത്ത്. विश्वास है मेरे पास. എല്ലാ ദിവസവും ആവശ്യമുള്ള ദൈവം തരും. हर दिन जो चाहिए खुदा मुझे देता है. എനിക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് ഫ്ലൈറ്റിൽ വരാം. मैं इधर आने के लिए फ्लाइट में आ सकता എല്ലാ था. ബിഷപ്പും ഫ്ലൈറ്റിലാണ് വരുന്നത്. सारे बिशप लोग फ्लाइट में आते हैं, ഞാൻ മാത്രമാണ് ട്രെയിനിൽ വരുന്നത്. मैं अकेला ही ट्रेन में आया. അതും സെക്കൻഡ് ക്ലാസ് ട്രെയിനിലാണ് വന്നത്. वो भी സ്ലീപ്പർ सेकंड ക്ലാസ്. स्लीपर में आया मैं. കാര്യം എന്റെ കയ്യിൽ കാശില്ല. मेरे पास पैसा नहीं था इसलिए ऐसे आया. എല്ലാവരും ചിന്തിക്കും കാശില്ലാത്തതുകൊണ്ടാണെന്ന്. सब लोग सोचते हैं पैसा नहीं इसलिए. കാശുണ്ട്, मैं कह रहा हूँ पैसा है मेरे पास, കാശുണ്ട്. पैसा मेरे पास है, എന്നാൽ കാശ് തന്ന എന്റെ യജമാനന് ഞാൻ വിശ്വസ്തനാണ്. क्योंकि मेरे परमेश्वर जिसने मुझे पैसा दिया उसके सामने मैं वफादार रहना चाहता हूँ. വിശ്വസ്തന്മാർ കുറഞ്ഞു പോയ തലം. विश्वास योग्य लोग आजकल बहुत कम है. കഷ്ടപ്പെട്ട് അത് നിങ്ങൾക്ക് അത് ഇപ്പൊ മനസ്സിലാക്കി. യൂത്ത് ഗേൾസ് നിങ്ങൾക്ക് മനസ്സിലാത്തില്ല. लड़कियों को शायद ये ज्यादा समझ में नहीं आता. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ എത്ര കഷ്ടപ്പെട്ട് आपके വളർത്തി. माता पिता कितना मेहनत करके आपको बढ़ा रहे हैं. നിനക്ക് കല്യാണം കഴിഞ്ഞ് കുഞ്ഞുണ്ടായി നീ അതിനെ വളർത്തുമ്പോ ആ കഷ്ടം അപ്പം മനസ്സിലാവും. अब जब तुम शादी करके तुम्हारे पास बच्चे होंगे तब तुम्हें समझ आएगा कि माता पिता का कष्ट क्या होता है. നീ പഠിച്ച അല്പ സ്റ്റൈലൊക്കെ ആയി, ഇങ്ങനെയായി, ഇങ്ങനെയായി. പിന്നെ റോട്ടിൽ കണ്ടത് ഇങ്ങനെ പറഞ്ഞപ്പോ നീ ഇങ്ങനെ പറഞ്ഞു. जो तुम पढ़ाई करके सुंदरता बढ़ा करके और बड़ा सुंदर बन के सड़क से जाते हैं, कोई लड़के ने कहा हूँ, तुमने भी हाँ बोल दिया. पर याद रखना तुम्हारे माँ बाप कितना मेहनत करके तुम्हें बढ़ाया है. ഈ ഫോണില് വാട്സപ്പ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന എത്ര പേര് ഇവിടെ ഉണ്ടെന്ന് അറിയാം? ये फोन का
फोन कितने लोगों ने लॉक करके रखा है ताकि दूसरा कोई ना खोले, सीक्रेट लॉक, क्योंकि इतना सीक्रेट है, सीक्रेट फोल्डर है, फोल्डर बहुत है सीक्रेट में, सीक्रेट पिक्चर है, सीक्रेट पिक्चर उसके अंदर है, सीक्रेट कॉल है, सीक्रेट कॉल भी आ रहे हैं, അത് പേര് മാറ്റി വെച്ച് ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. और जो असली नाम निकाल कर डुप्लीकेट नाम लगा कर रखा है ताकि किसी को पता ना चले। ഞാൻ പ്രവചനമാണ് പറയുന്നത്. मैं भविष्यवाणी कर रहा हूँ इस चर्च के लिए। അതിനുവേണ്ടി ഈ ചെലവിന് വേണ്ടി അപ്പനമ്മയുടെ അടുത്ത് കള്ളം പറഞ്ഞ് കാശ് വാങ്ങിച്ചു പോകുന്ന എത്ര ये इस ചെറുക്കന്മാർ तरह मोबाइल इस्तेमाल करने के लिए झूठ बोलकर माँ बाप से पैसा लेकर पैसा डाल रहे इसके अंदर। നിന്റെ കയ്യിൽ ഇതിനെ എങ്ങനെ തരാൻ പറ്റും? तेरे हाथ में ये वचन परमेश्वर कैसे देगा? സ്വർഗ്ഗത്തിലെ കൃപയെ നിന്റെ കരത്തിൽ എങ്ങനെ ദൈവത്തിന് തരാൻ പറ്റും? परमेश्वर के हाथों में जो वचन है तुम्हारे हाथ में कैसे देगा जब तुम वफादार नहीं है? My dear pastors, मेरे पास्टर लोग, നവജീവൻ സംഗതി church providing you all the needs. नवजीवन संगति चर्च आपकी जरूरतें शायद पूरा कर रहा होगा। I know that's a small salary, एक छोटी सैलरी तुम्हारा है, but you know how the money came to Missions India? पर आपको पता है कितना दुख उठा करके मिशन के अंदर पैसा मिलता है। നിനക്ക് വേറെ ആരും ഇതിനൊക്കെ കൂടുതൽ തരാമെന്ന് പറഞ്ഞപ്പോ നീ പതുക്കെ അങ്ങോട്ട് പോകാനുള്ള ഒരു ശ്രമം. तुमने कई बार सोचा था दूसरे संस्था वाले ज्यादा पैसे देते हैं, इस संस्था छोड़कर वहां चले जाए, सोचा था। വിശ്വസ്തന്മാരെയാണ് ദൈവം. परमेश्वर विश्वास से लोग योग्य लोगों को ढूंढता है। നിന്റെ കയ്യിൽ വരുന്ന കാശിന്, तुम्हारे हाथों में जो पैसा मिलता है, നിന്റെ ജോലിയിൽ, तुम्हारी नौकरी में, നിന്റെ ജോലി ചെയ്യുന്ന സ്ഥലത്തിൽ जहां तुम नौकरी करते हैं, നീ വിശ്വസ്തനാണ്. क्या तुम विश्वास योग्य हैं? ഇന്ന് പകൽക്കാലം ദൈവം പറയുകയാണ്, आज सुबह परमेश्वर आपसे कहता है നിന്റെ കയ്യിൽ തരുവാൻ എന്റെ കയ്യിലൊന്നുണ്ട്. तुम्हारे हाथ में कुछ देना मैं चाहता हूं, मेरे पास वचन है। മെസ്സേജ് ഇതാണ് ഇന്നത്തെ. संदेश यही है। ഇന്ന് പകൽക്കാലം ഈ ആരാധനയിൽ സ്വർഗത്തിൽ ദൈവം വന്നിട്ടുണ്ട്. आज इस आराधना में परमेश्वर उतर के आए हैं। അവന്റെ കയ്യിൽ എന്തോ ഉണ്ട്, उसके हाथ में क्या है? അത് നിന്റെ കയ്യിൽ തരാൻ പോവാ. आपके हाथ में देना चाहते हैं। आमीन। Climb up आप and पहाड़ पर चढ़ो, and came near to the glory. परमेश्वर के महिमा के नजदीक आ जाओ। Try your best. हालेलुया, Hallelujah. आमीन। പ്രാർത്ഥിക്കാം. प्रार्थना करेंगे, अपनी आंखें बंद करेंगे। हालेलुया, प्रेज़ द लॉर्ड। जो वचन सुना है उसके लिए परमेश्वर का धन्यवाद करेंगे। हालेलुया, खामोश ना रहें, खामोश ना रहे। जो वचन सुना है उस वचन क्रिया कर रहे हैं, वो वचन आपके अंदर काम करेगा। आप धन्यवाद कहिए। ज़्यादा देर नहीं हुआ है, आप 1 मिनट धन्यवाद करें, 1 मिनट धन्यवाद करें, सब लोग धन्यवाद करें, समय का परवाह ना करें। 1 मिनट खुदा का धन्यवाद करें। जो वचन आया है, वचन में परमेश्वर कहता है तुम मेरे निकट आओ, मैं भी तुम्हारे निकट आऊंगा। मेरे निकट आओ, मैं तुम्हारे निकट आऊंगा। धन्यवाद बोलिए, धन्यवाद बोलिए परमेश्वर इस पवित्र वचन के लिए, सुंदर वचन के लिए। ओ खुदावंद तेरे पास कुछ है जो मुझे देने के लिए है। तेरे वचन मेरे जीवन में कार्य कर